I thank the Lord for this wonderful, blessed Sunday morning where we can come together and share the word of God. And I express my gratitude to all of those who share the links of these messages across the social media platforms. And I really bless all of you. And today's word will be doing great wonders in your life. And sit in an attitude of receptive heart so that the Lord may make this word into fruition. പുറപ്പാടിന്റെ പുസ്തകം 34 അധ്യായത്തിന്റെ 10 വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്കായി ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, അതിന് അവൻ, സ്വർഗത്തിലെ ദൈവം, അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാനൊരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുൻപാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായി ഉള്ളത് തന്നെ. സർവശക്തനാകുന്ന ദൈവം പഴയ നിയമ ഇസ്രായേൽ സഭയോട്, അല്ലെങ്കിൽ തൻ്റെ ജനത്തോട്, മോശയോട് ദൈവം പറയുകയാണ്, ഞാനൊരു നിയമം ഉണ്ടാക്കുവാൻ പോകുകയാണ്. എന്താണ് ആ നിയമത്തിൻ്റെ പ്രത്യേകത? ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിനു മുൻപാകെ ഞാൻ ചെയ്യും. ദൈവം പറയുന്നു, ഐ വിൽ ഡു മാർവലസ്. ഞാൻ നിങ്ങളുടെ നടുവിൽ വലിയ മാർവലസ് ആയിട്ടുള്ള മിറക്കിളുകളെ, അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുകയാണ്. എന്നിട്ട് താഴെ പറയുകയാണ്, അതൊരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ്. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. രണ്ട് കാര്യങ്ങൾ കർത്താവ് പറയുകയാണ്. ഒന്ന്, ഒരു ജാതികളും കണ്ടിട്ടില്ലാത്ത, ഈ ലോകത്തിലെ ആരും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. രണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ആ പ്രവൃത്തിയെ നിങ്ങൾ കാണും. മൂന്നാമതായി പറയുന്നു, ഞാൻ നിങ്ങളോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. അപ്പോൾ ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഭയങ്കരമായ, അത്യത്ഭുതകരമായ, പ്രകൃത്യാതീതമായ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളോട് അറിയിക്കുമ്പോൾ, നമ്മുടെ ദൈവം പ്രകൃത്യാതീതമായി, സൂപ്പർ നാച്ചുറലായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. Exodus chapter 34 verse 10 is the word for our meditation today. And he said, behold, I make a covenant before all your people. I will do marvels such as have not been done in all the earth, nor in any nation. And all the people among whom you are shall see the work of the Lord, for it is in an awesome thing that I will do with you. Three things the Lord says here. First thing, I'll make a covenant and I will do marvelous things among you. Second thing, you will see the marvelous things. The whole earth will see the marvelous things. And the third thing which the Lord says is that the thing which the Lord does will be awesome thing. People will be looking at that and marveling. It will be such a wonderful thing. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്. ഈ തിരുവെഴുത്ത്, ഈ പുസ്തകം തന്നെ അത്ഭുതത്തിൻ്റെ ഒരു പുസ്തകമാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുന്ന, ആ വചനം അനുസരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതകരമേറിയ സൂപ്പർ നാച്ചുറലായ പ്രവൃത്തികളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചു. ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ, യഹോവ ദൈവമാം, വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം, പരദേശികൾ നാം, ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതി ഉണ്ടോ എന്നൊരു പാട്ട് നമ്മളിപ്പോൾ പാടി, ഭക്തൻ എഴുതിയ പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചു. അതിനുവേണ്ടി ഞാൻ നിങ്ങളോടൊരു വാക്യം വായിച്ചു കേൾപ്പിച്ചു. ആ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിച്ചത്, ദൈവം ഇത്ര അടുത്തിരിക്കുന്നതായ, ശ്രേഷ്ഠകരമായ അത്ഭുതങ്ങൾ കാണുന്നതായ മറ്റൊരു ജാതി ഏതുള്ളൂ? പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളായ നമുക്ക്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുവാൻ കഴിയില്ലെങ്കിൽ നാം ദൈവവിശ്വാസം ഇല്ലാത്തവരാണെന്നാണ്
അർത്ഥം. കാരണം യേശുവിൻ്റെ ജനനത്തിൽ തന്നെ യേശുവിനെ കുറിച്ച് പ്രവചിച്ച പ്രവാചകനായ യെശയ്യാവ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനത്തിൽ എടുത്തു പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭു. ഇന്ന് ഇത് വിശ്വസിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഇന്ന് ഇത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളിലൂടെ മറ്റ് പലരെയും ഒരത്ഭുതമാക്കി തീർക്കുവാൻ കഴിവുള്ളവനായ സർവശക്തനാകുന്ന ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കാരണം ഈ പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ അവസാനം വരെയും എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പഴയ നിയമ കാലഘട്ടത്തിൽ അത്ഭുതകരമായിരുന്നു. ആ പിതാവായ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വന്നു. ആ പുത്രന്റെ ശുശ്രൂഷകൾ ഏറ്റവും ശക്തമായിരുന്നു, അത്ഭുതകരമായിരുന്നു. എന്നാൽ പുത്രനായ ക്രിസ്തു ക്രൂശ് മരണം ഏറ്റെടുത്ത് സ്വർഗാരോഹണം ചെയ്യുവാൻ തൻ്റെ നാഴിക അടുത്ത സാഹചര്യത്തിൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു: നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരം വിട്ട് വാങ്ങിപ്പോകരുത്. തൃത്വത്തിൽ മൂന്നാമനായ ദൈവമായ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം ആരംഭിച്ചു. ഇന്നും ഞാൻ നിൽക്കുന്നത്, നിങ്ങൾ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിലാണ്. ഇത് പിശാചിന്റെ സമയമല്ല, ഇത് തല തകർന്ന ലൂസിഫറിന്റെ കാലഘട്ടമല്ല, ഇത് കൊടിയ മന്ത്രവാദികളുടെ സീസണല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. ഇതൊരു എൻഡ് ടൈം റിവൈവലിന്റെ അന്ത്യകാല ഉണർവിന്റെ കാലഘട്ടമാണെങ്കിൽ ഇത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളും സമയങ്ങളുമാണ്. ഈ സമയവും അത്ഭുതങ്ങളുടെ സമയമാണ്. അപ്പോസ്തല പ്രവർത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ ഇന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ദൈവം ലീവിലല്ല, പരിശുദ്ധാത്മാവ് ഒളിവിലല്ല, ഏതെങ്കിലും കബറിലോ മോർച്ചറിയിലോ സെമിത്തേരിയിലോ സെമിനാരിയിലോ അല്ല. ആ ദൈവം ഇപ്പോഴും ജീവനുള്ള ദൈവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളുടെ ദൈവമാണ്. The scripture which you hold in your hand is a wonderful book. It's a treasury of wonder works of the Lord. The God who is the author of the scripture is a wonderful God who works wonders throughout the history. And Jesus Christ, who is the Son of God, when he was on the face of the earth, he did wonders. People looked at him with awe that he performed such wonderful works. And the present epoch, the present era in which we are living is the time of the Holy Spirit. This is the time of revival. This is not the time of Lucifer. This is the time of end time revival, and we are going to witness more things, more wonders than the apostolic times, if you believe in the word of the Lord, if you believe in the wonder working Lord. Christianity is not based on the principle. Christianity is based on Father, Son and the Holy Spirit. കുറെ തത്വജ്ഞാനങ്ങളുടെ അടിസ്ഥാനമല്ല ക്രിസ്ത്യാനിറ്റിക്കുള്ളത്. ക്രിസ്ത്യാനിറ്റിക്കുള്ളത് ത്രിയേക ദൈവമാണ്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവ്. ഈ ഒരു അടിസ്ഥാനത്തിന്റെ മേൽ, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ് ക്രിസ്ത്യാനിത്വത്തെ പണിതുയർത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതോ എവിടോ ആരോ എഴുതിയുണ്ടാക്കിയ കുറെ പ്രിൻസിപ്പിളിനകത്തും കുറെ ഡോക്ട്രിൻസിനകത്തും അല്ല ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത്. ഏക സത്യം നിത്യദൈവമായ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ കാരണം, പിതാവായ ദൈവം പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചത് ഉൽപ്പത്തി മുതൽ നിങ്ങൾ ദർശിക്കുന്നു. അതിൽ മുഴുവൻ ഞാൻ അത്ഭുതങ്ങളാണ് പ്രിയമുള്ളവരെ കാണുന്നത്. പിതാവായ ദൈവത്തെ ഞാൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദർശിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടാണ് പിതാവായ ദൈവത്തിന്റെ പ്രവർത്തികൾ. ഉൽപ്പത്തി 1:3 ഈ പിതാവാകുന്ന ദൈവം സിംഹാസനത്തിൽ ആരൂഢനായിരുന്നു കൊണ്ട് പറയുന്നു, വെളിച്ചമുണ്ടാകട്ടെ, let there be light, and there was light. അവൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. തിരുവെഴുത്തിനകത്ത് ഈ പിതാവായ ദൈവത്തോടു കൂടെ നടന്നൊരു മനുഷ്യനാണ്, സർവശക്തനാകുന്ന ദൈവത്തോടു കൂടെ നടന്നൊരു വ്യക്തിത്വമാണ് ഹാനോക്ക്. ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി.
ഈ സൂപ്പർ നാച്ചുറലായി പ്രവർത്തിക്കുന്ന ദൈവത്തോട് കൂടെ മനുഷ്യൻ നടക്കുന്നു. അതെ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. മരണം കാണാതെ ദൈവം അവനെ എടുത്തു. ഞാൻ ഇതൊക്കെ വായിക്കുമ്പോൾ ഇതൊന്നും നാച്ചുറൽ അല്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരിക്കണം. അതാണ് ഈ ഭൂമിയുടെ തത്വം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണം കാണാതെ, മരണപ്പെടാതെ ഇവിടെ ജനിച്ച ഒരു മനുഷ്യൻ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് നാച്ചുറൽ, ദാറ്റ് ഈസ് എ സൂപ്പർ നാച്ചുറൽ തിങ്. ഏലിയാവ് മരണം കാണാതെ ഈ ഭൂമിയിൽ നിന്ന് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ തിങ്, ദാറ്റ് ഈസ് എ സൂപ്പർ നാച്ചുറൽ തിങ്. ഞാൻ ഈ പുസ്തകത്തിൽ ഉടനീളം വായിക്കുന്നത് അത്ഭുതങ്ങളെ ചെയ്യുന്ന, മനുഷ്യബുദ്ധിക്ക് എത്തും പിടിയും കിട്ടാത്ത, മാനുഷിക ചിന്തകൾക്ക് എത്തും പിടിയും കിട്ടാത്ത, ഈ ലോകത്തിലെ ശാസ്ത്രത്തിന് എത്തും പിടിയും കിട്ടാത്ത സർവശക്തനാകുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഈ തിരുവെഴുത്തുകളിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 11, 12, 13, 14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അബ്രഹാം സാറയും 100 വയസ്സ് എന്ന് വൃദ്ധരായി തീർന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായിക്ക് നിന്നുപോയിരുന്നു. 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ, എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുകയാണ്, യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? 14-ാമത്തെ വാക്യത്തിൽ ദൈവം ചോദിക്കുന്നു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഈ ഞായറാഴ്ച പകലിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാഹചര്യങ്ങളെ കണ്ട്, അവസ്ഥകളെ കണ്ട്, ജീവിതത്തിന്റെ അനുഭവങ്ങളെ കണ്ട്, പരിധികളും പരിമിതികളും വെച്ചുകൊണ്ട് ഇതിനപ്പുറത്തേക്കൊന്നും നടക്കുകയില്ലെന്ന് ചിന്തകൾ കൊണ്ട് വിധി എഴുതിയ വ്യക്തികളോട് ദൈവാത്മാവ് ചോദിക്കുന്നു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? Is anything too hard for the Lord? I believe, for nothing is impossible with my Lord Jesus Christ. Hallelujah. The scripture which is in your hand, I have went through the scriptures and understood that we find moments after moments, incidents after incidents of wonder working Lord. In the first chapters you find the Father sitting on his throne and looking at the void and empty earth, and he says, let there be light, and light came into being. You find people of God, men of God, men of valor walking with the Lord. It's not something natural, it's supernatural. The people, men of God walking with the Lord is a supernatural phenomenon, and all of a sudden this man is no more. He is caught up into heaven. You find Elijah, a man of God, a valiant man of God. That man of God walked with the Lord. Finally you find he is caught up into heaven in fiery chariots. And you find in Genesis chapter 18, Sarah said to herself, how can pleasure come to me in such an advanced age? And the Lord says to her, is there anything impossible for the Lord? Nothing is impossible. You have said to yourself, you have been looking at your problems, you have been looking at your hindrances, and you are saying to yourself that nothing is going to happen, nothing is hopeful for me. But the Lord says there is nothing, absolutely nothing impossible for the Lord. നാം പുതിയ നിയമ വിശ്വാസികളല്ലേ പ്രിയമുള്ളവരെ? നാം എല്ലാവരും പുതിയ നിയമ വിശ്വാസികളാണ്. ഈ പുതിയ നിയമസഭയ്ക്ക് നിഴലായി നിൽക്കുന്നതാണ് പഴയ നിയമ ഇസ്രായേൽ കൂട്ടം എന്ന് പറയുന്നത്. മോശയുടെ നേതൃത്വത്തിൽ ദൈവത്താൽ നയിക്കപ്പെട്ട ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്, മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് യാത്ര പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് പുതിയ നിയമസഭയ്ക്ക് നിഴലാണ്. തിരുവെഴുത്തിൽ അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ പത്രോസും അവരുടെ കത്തുകളിൽ, അവരുടെ ലെറ്ററുകളിൽ, അവർക്ക് ലഭിച്ച വെളിപ്പാടുകളിൽ അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമ ഇസ്രായേൽ സഭയെ ഈ അത്ഭുതങ്ങളുടെ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് വഴി നടത്തിയത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലാണ് പഴയ നിയമ ഇസ്രായേൽ സഭയുടെ ശുശ്രൂഷകനായ, ഇടയനായ, നേതാവായ മോശയെ ദൈവം വേർതിരിക്കുന്ന പശ്ചാത്തലം. അവിടെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, അവിടെ യഹോവ
യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് മോശയ്ക്ക് പ്രത്യക്ഷമായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. ഇത് നാച്ചുറൽ അല്ല. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന കാഴ്ച എന്തെന്ന് കാണാൻ, മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെയാ വായിക്കുന്നത്, അതെന്താ അങ്ങനെ സംഭവിച്ചതെന്ന് കാണാൻ അത് നോക്കട്ടെ എന്ന് പറഞ്ഞ് മോശ അവിടെ എത്തി. അവിടെ എത്തുമ്പോഴാണ് അവൻ നോക്കേണ്ടതിന് വരുമ്പോൾ യഹോവ അവനെ കണ്ടപ്പോൾ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മോശ നാച്ചുറൽ അല്ലാത്ത, മനുഷ്യബുദ്ധിക്ക് എത്തും പിടിയും കിട്ടാത്ത ഒരു സംഭവത്തിന്റെ നേർക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചത് കൊണ്ടാണ് അത് എന്തെന്നറിയാനായി അതിന്റെ അടുക്കലേക്ക് അവൻ ഓടി അണയുന്നത്. അവിടെയാണ് സർവശക്തനാകുന്ന ദൈവം മോശയോട് ഇടപെടുന്നത്. സാധാരണ മുൾപ്പടർപ്പ് കത്തിയാൽ, ആ ചെടിക്ക് തീ പിടിച്ചാൽ അത് കത്തിക്കരിഞ്ഞു പോകണം, അതിന്റെ ഇലകൾ വാടി പൊഴിഞ്ഞു പോകണം. പക്ഷേ ഒരു ചെടി നിന്ന് കത്തുന്നു, ഒറ്റ ഇലകൾ വാടുന്നില്ല, ഇലകളൊന്നും പൊഴിഞ്ഞു പോകുന്നില്ല. പക്ഷേ ശക്തമേറിയ ഒരു തീ അതിനകത്ത് കത്തി നിൽക്കുന്ന കാഴ്ച മോശ കാണുകയാണ്. ഇതെന്തെന്നറിയാൻ അതിന്റെ അരികിൽ ചെന്നവന്റെ കർണപുടങ്ങളിൽ ഒരു ശബ്ദം മുഴങ്ങുകയാണ്, മോശേ മോശേ എന്ന് സർവശക്തനാകുന്ന ദൈവം വിളിച്ചു. ഞാൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മോശയുടെ കോളിങ്ങിനകത്ത് പോലും ഒരു സൂപ്പർ നാച്ചുറൽ വിഷനിലൂടെ, മനുഷ്യബുദ്ധിക്ക് എത്തും പിടിയും കിട്ടാത്ത, സാധാരണമല്ലാത്ത, പ്രകൃതിയാതീതമായ ഒരു അത്ഭുതത്തിന്റെ നേർക്കാഴ്ചയിലൂടെയാണ് മോശയോടുള്ള ദൈവത്തിന്റെ ഇടപെടിയിൽ പോലും എന്നുള്ളത് ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. You can find that the Old Testament church, or the church of the wilderness, is a type of the New Testament church. And throughout the journey of these people in the wilderness, they have experienced tremendous amount of wonder working hand of the Lord in their life. And the leader of this group of people, Moses, even his calling was so supernatural. He was shepherding in the wilderness, and at Mount Horeb he was seeing a supernatural sight. The bush was burning, but it was not consumed. Even at the calling of this great leader Moses, you find an extraordinary, a supernatural element, and you can understand how much powerful was that calling which Moses received from the Lord. പുറപ്പാട് 4:2 വരുമ്പോൾ, നമ്മളിപ്പോൾ വായിച്ചത് 3-ാം അധ്യായമാണ്, അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ അവനോട് നിന്റെ കയ്യിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അത് സർപ്പമായി തീർന്നു. ഇനി അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വടി കയ്യിലെടുത്തുകൊള്ളുക, അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. 18, 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ മോശ തന്റെ അമ്മയപ്പനായ യിത്രോവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ പുറപ്പെട്ട് മിസ്രൈമിലെ എന്റെ സഹോദരന്മാർ അടുക്കൽ ചെന്ന് അവർ ജീവനോടെ ഇരിക്കുന്നു എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. യിത്രോ മോശയോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. പ്രിയരെ, 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ മിദ്യാനിൽ വെച്ച് മോശയോട് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുക, നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവരെല്ലാവരും മരിച്ചുപോയി എന്ന് അരുളി ചെയ്തു. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രൈം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിന്റെ വടിയും മോശ കയ്യിലെടുത്തു. ശ്രദ്ധിക്കുക ഈ ഭാഗം, ദൈവത്തിന്റെ വടിയും മോശ കയ്യിലെടുത്തു. പുറപ്പാട് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിനകത്ത് യഹോവയാകുന്ന ദൈവം മോശയോട് പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, ഒരു വടി, ജസ്റ്റ് എ റോഡ്. എന്തിനാണ് അവന്റെ കയ്യിൽ ആ വടി? ആസ് എ ഷെപ്പേർഡ്, അവൻ ഒരു ഇടയനാണ്, ആടുകളെ മേയിക്കുന്ന മനുഷ്യനാണ്. ഒരാട്ടിടയന്റെ കയ്യിൽ ആ വടി ഉണ്ടാകും. എന്തിനു വേണ്ടി? ആടുകളെ മേയിക്കാൻ, ദുഷ്ടമൃഗങ്ങളെ അടിച്ചോടിക്കുവാൻ, ഒരു പാമ്പും എല്ലാം വന്നാൽ അടിച്ചു കൊല്ലാൻ, പിന്നെ അതിന്റെ മുകളിലുള്ള ചുനിപ്പ്, അത്യാവശ്യം ഇലയോ തോലോ ഒക്കെ ഒന്ന് ചായച്ചു കൊടുക്കാൻ അവന്റെ കയ്യിലൊരു സാധാരണ വടി ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം മോശയോട് പറയുകയാണ്, അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ വാക്കിന്റെ മുൻപിൽ, എന്റെ ഭാഷയിൽ കർത്താവ് എനിക്ക് തന്ന വെളിപ്പാടിൽ, ദൈവ സാന്നിധ്യത്തിൽ മോശ തന്റെ വടിയെ ഇട്ടു. ഒന്ന്, ദൈവത്തിന്റെ വാക്കവൻ അനുസരിച്ചു. 2,
ദൈവ സാന്നിധ്യത്തിനകത്ത് അവന്റെ വടിയെ ഇട്ടുകൊടുത്തു, ദൈവത്തിന്റെ മുൻപാകെ ഇട്ടുകൊടുത്തു. സത്യത്തിൽ മോശയുടെ കയ്യിലിരുന്ന വടി ഒരു നാച്ചുറൽ സ്റ്റിക്കാണ്, ഒരു നോർമൽ റോഡാണ്, ഒരു സാധാരണ വടിയാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, ആ വടി ദൈവത്തിന്റെ മുൻപിൽ അവൻ ഇട്ടുകൊടുത്തപ്പോൾ, അത് ദൈവ മുൻപാകെ സമർപ്പിച്ചപ്പോൾ 20-ാമത്തെ വാക്യത്തിൽ ആ വടിയുടെ ടൈറ്റിൽ മാറി, അതിന്റെ അഡ്രസ് മാറി. അവൻ ദൈവത്തിന്റെ വടി കയ്യിലെടുത്തു എന്നായി. മോശയുടെ വടി ദൈവത്തിന്റെ വടിയായി തീർന്നു. ഇത് തമ്മിലൊരു ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത്, മോശയുടെ വടി ആടിനെ മേയിക്കാൻ, മോശയുടെ നാച്ചുറൽ ആയിട്ടുള്ള റോഡ് തോല് ചായച്ചു കൊടുക്കാൻ, ഇലകൾ ചായച്ചു കൊടുക്കാൻ, ദുഷ്ടമൃഗങ്ങളെ അടിച്ചോടിക്കാൻ, അത്യാവശ്യം പാമ്പിനെ തല്ലിക്കൊല്ലാൻ. പക്ഷേ മോശയുടെ വടി ദൈവത്തിന് ലഭിച്ചപ്പോൾ, ദൈവ സാന്നിധ്യത്തിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ, ദൈവ മുൻപാകെ സമർപ്പിച്ചപ്പോൾ, അതിന്റെ ടൈറ്റിൽ മാറി, അത് ദൈവത്തിന്റെ വടിയായി തീർന്നപ്പോൾ, ഇപ്പൊ ഈ വടി പാമ്പിനെ തല്ലിക്കൊല്ലാനല്ല ഉപയോഗിക്കുന്നത്. ഈ വടി ഇപ്പൊ പാമ്പിനെ വിഴുങ്ങും. ഈ വടി ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിലെ ദൈവം അത്യത്ഭുതകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായിരിക്കുന്നത് പോലെ തന്നെ അവന്റെ സാന്നിധ്യത്തിൽ, അവന്റെ കരത്തിൽ അവനൊരു വ്യക്തിയോ വസ്തുവിനെയോ കിട്ടിയാൽ അവൻ അതിനെയും അത്ഭുതമാക്കി തീർക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ ഞായറാഴ്ച ഈ സന്ദേശം നീ കേട്ടോണ്ടിരിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന് നിന്നെ ലഭിച്ചാൽ, വചന ധ്യാനത്തിങ്കൽ ദൈവത്തിന് നിന്നെ ലഭിച്ചാൽ, നീ സ്വർഗത്തിലെ ദൈവത്തിന് അവൈലബിൾ ആയാൽ, അവന്റെ സാന്നിധ്യത്തിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, നിന്നെയും നിന്റെ കുടുംബത്തെയും ഒരത്ഭുതമാക്കി തീർക്കാൻ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയും. When you read the commission of this great man Moses in such a supernatural atmosphere, you can find the Lord asked to him, what's there in your hand? And he says, this is a staff, shepherd's staff or a shepherd's rod. And the Lord says, put it down, it turns into a snake. And finally in chapter 4 verse 2 is where we read this. In 4 verse 21 we find this man is commissioned to go back to Egypt. He takes everything including his wife and children, and it reads there, he also took the rod or staff of God along with him. It was early time he had a staff, a shepherd's rod in his hand that is used to protect the sheep, that is used to feed the sheep. Now that staff has changed into staff of God. Dear children of God, if any person or if anything is submitted or if it is sanctified into the presence of the Lord will turn that thing into an extraordinary supernatural miracle. If you can put yourself in your prayer room into the presence of the Lord, into the mighty hand of the Lord, you and your family and your ministry, anything put into God's presence will supernaturally be turned into a great miracle which people may look with awe. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, പഴയ നിയമ ഇസ്രായേൽ സഭയെ ദൈവം എത്ര അത്ഭുതകരമായി നടത്തിയെന്ന് നിങ്ങൾ കാണുക. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അവരുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കുക, സ്തോത്രം, ഒരു കൂട്ടർക്ക് രാത്രി, കുറച്ച് ആൾക്കാർക്ക് രാത്രി, തൊട്ടിപ്പുറത്ത് നിൽക്കുന്നവർക്ക് പകല്. ഇതൊക്കെ നാച്ചുറൽ കാര്യമൊന്നും അല്ല. ഇതൊന്നും മനുഷ്യബുദ്ധിക്ക് എത്തും പിടിയും കിട്ടുന്ന കാര്യമല്ല. സ്തോത്രം, എൻ്റെ ഒരു ചിന്തയിൽ പറഞ്ഞാൽ 5 കിലോമീറ്റർ അപ്പുറത്ത് പകല്, 5 കിലോമീറ്റർ ഇപ്പുറത്ത് രാത്രി. ഇതെങ്ങനെയാണ് നാച്ചുറൽ ആകുന്നത്? ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ കൊണ്ടു നടക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായ ദൈവിക വാഗ്ദത്തങ്ങളുടെ കലവറയായ വിശുദ്ധ വേദപുസ്തകം അത്ഭുതങ്ങൾ കൊണ്ട് നിറയപ്പെട്ട പുസ്തകമാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മോശ കടലിൻ്റെ മേൽ കൈനീട്ടി, യഹോവാന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലം പോലെയായി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിലൂടെ ആ ഉണങ്ങിയ നിലത്തുകൂടെ എന്നവണ്ണം കടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും ഈ പെരുവെള്ളം മതിൽ പോലെ മതിലായി നിന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ,
തീ ചെടിക്കകത്ത് കത്തുന്നു, ഇല വാടുന്നില്ല. നാച്ചുറലാണോ? നിങ്ങൾ പറയൂ. ഒരു മനുഷ്യന്റെ കയ്യിൽ കൊണ്ടു നടന്ന വടി, പാമ്പിനെ അടിച്ചു കൊല്ലാൻ, മൃഗങ്ങളെ വിരട്ടി ഓടിക്കാൻ ഉപയോഗിച്ചിരുന്ന വടി ഇപ്പോ പാമ്പിനെ വിഴുങ്ങുന്നു. അത് ഒരു നദിയെ തൊട്ടാൽ നദി രക്തമായി തീരുന്നു. അതിനേക്കാളെല്ലാം ഉപരിയായി ഈ മനുഷ്യൻ കരമുയർത്തി വടി ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ആർത്ത് വിളിച്ചു നിൽക്കുന്ന ഒരു മഹാസാഗരം, ഒരു കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ട് ചിറ പോലെ രണ്ട് സൈഡിലും വെള്ളം ഉയർന്നു നിന്ന് തരിശുഭൂമി പോലെ നിലമാക്കി അതിൻ്റെ നടുവിലൂടെ ഈ ജനത്തെ ദൈവം നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, വേൾഡിലെ മാപ്പിലോ ഭൂപടത്തിലോ GPS-ലോ ഒന്നും ഇല്ലാത്ത ഒരു അത്ഭുതത്തിന്റെ വഴി അവരുടെ മുമ്പിൽ സ്വർഗം അവർക്കായി തുറന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് അതറിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി പ്രസംഗിക്കാൻ. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഡു യു ബിലീവ് ദിസ് തിങ്, ദിസ് വേർഡ് ഓഫ് ഗാഡ്? നിങ്ങൾക്ക് ഈ വചനം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ദ ബിലീവർ, യു ആർ ദ സൺ ഓഫ് ഗാഡ്, യു ആർ ദ ട്രൂ ക്രിസ്ത്യൻ. നിങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥമായും ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിങ്ങൾ ഇത് വിശ്വസിക്കണം. ഇത് സത്യമാണ്. നിങ്ങൾക്കറിയാമോ, ഇതൊന്നും സത്യമല്ല, ഇതൊന്നും നേരല്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം അമ്പോ പരാജയപ്പെട്ടെന്നേ. ഈ പുസ്തകത്തെ ഒതുക്കാൻ നോക്കിയവരെല്ലാം ഒതുങ്ങിയെന്നേ. പക്ഷെ ഇന്നും ഈ പുസ്തകം അതിൻ്റെ നിലകളിൽ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്നും ഈ പുസ്തകം ലോകമെമ്പാടും മനുഷ്യകരങ്ങളിൽ ദൈവവചനമായി തിളങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, മാറ്റമില്ലാത്ത ഈ ദൈവത്തെയും അവന്റെ വചനത്തെയും വിശ്വസിക്കാമോ? മോശയുടെ കാലത്ത് ചെങ്കടൽ വിഭാഗിച്ച ദൈവം പ്രായം ചെന്ന് വയസ്സുമൂത്ത് മരിച്ചില്ല, മരിച്ചുപോയില്ല മാമേ. Still that God is alive. ഈ ദൈവം ഇന്ന് പകലിലും ജീവിക്കുന്നു, ഈ നിമിഷവും ജീവിക്കുന്നു. നീ വിശ്വസിക്കാത്തത് കൊണ്ട് ഈ ദൈവം ദൈവമല്ലാതാകുന്നില്ല. നീ സംശയിക്കുന്നത് കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ വിശ്വസിക്കുന്നവരാൽ ഇന്നും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. Still this God is working. Read Exodus 14 verse 20 following. You find, for the Egyptians it is night, and for the Israelites it is day. You can look the marvelous and wonder in this simple thing. It's not that simple, because on one side or you find it's a terrible darkness, and on the other side people can see everything like day. And all of a sudden this man of God stretches forth his hand with the rod, and the sea parts into two, and they find a wet land there, and they are walking through that wet path which cannot be found in any map or GPS. Is it not a wonderful thing? Is it not a wonderful thing that a staff or a shepherd's rod, which was just used to chase away animals, which was used to kill a snake, will itself will turn into a snake and even swallow a snake? Don't you think that all these things are miracle working, wonder working works of the Lord? If you believe this, Lord, if you believe in this marvelous working Lord, he is still alive. He has not gone into cemetery. He is still alive when this message is preached. If you believe in him, these miracles can happen in this time also. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, തീ കത്തുന്ന ചെടിക്കകത്തെ ഇല ഉണങ്ങാതിരിക്കുന്നതും, കയ്യിലിരുന്ന ഒരു സാധാരണ വടി എടുത്തുയർത്തുമ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നോ അവിടെ എല്ലാ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതും, രാത്രി ഒരു സ്ഥലത്ത് ഇരുട്ടും അതേ രാത്രിയിൽ മറ്റൊരു സ്ഥലത്ത് വെളിച്ചവും നിൽക്കുന്നതും, മാറ കയ്പുള്ള വെള്ളം മധുരമായതും, തീക്കൽ പാറയിൽ നിന്ന് നല്ല തെളിനീരുറവയെ ദൈവം തുറന്നെടുത്തതും, പുറപ്പാട് 16 വായിക്കുമ്പോൾ മന്നായും കാടപ്പക്ഷിയും ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിനകത്ത് ദൈവം എത്തിച്ചു കൊടുത്തതും, ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ വലിയ എരിഹോ മതിലിനെ ആരാധിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ മുൻപിൽ നിലംപരിചാക്കിയതും, സംഖ്യ 22-ന്റെ 28
ബിലയാമെന്ന് പറയുന്ന പ്രവാചകനോട് ഒരു കഴുത ഹീബ്രു ഭാഷ സംസാരിച്ചതും എൻ്റെ മുമ്പിൽ അത്ഭുതം തന്നെയാണ്, എൻ്റെ കണ്ണുകളിൽ അത്ഭുതം തന്നെയാണ്. സ്തോത്രം. ഞാൻ ഈ വിശുദ്ധ ബൈബിളിൽ കാണുന്ന ഓരോ ദൈവികമായ പ്രവൃത്തികളും എൻ്റെ ബുദ്ധിക്കും എൻ്റെ ചിന്തയ്ക്കും എടുക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഇവിടെയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നതിൻ്റെ ശക്തി വെളിപ്പെടും. വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ചിന്തകൾക്കും എൻ്റെ ബുദ്ധികൾക്കും അതീതമാണ്. അതുകൊണ്ടാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവും ആണെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഞാനത് കണ്ടിട്ടില്ലെന്ന് കരുതി അതില്ല എന്നല്ല. അവിടെ നിങ്ങൾ തിരുത്തപ്പെടണം കേട്ടോ. നിങ്ങൾ അമേരിക്കയിൽ പോയിട്ടില്ല എന്ന് കരുതി അമേരിക്ക എന്ന രാജ്യം ഇല്ലെന്ന് പറയരുത്. നിങ്ങൾ ചൈനയിൽ പോയിട്ടില്ലെന്ന് കരുതി ചൈന എന്ന് പറയുന്ന ഒരു രാജ്യമൊന്നും ഇല്ലെന്ന് പറയരുത്. നിങ്ങൾ അങ്ങനൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല, അങ്ങനൊരു കാര്യം അനുഭവിച്ചിട്ടില്ല എന്ന് കരുതി അത് ഇല്ലെന്ന് പറയരുത്. അതുപോലെ തന്നെയാണ് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, ദൈവം വിജയിച്ച ദൈവമാണ്, ദൈവം വിജയിപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഈ പ്രവൃത്തി ചെയ്യും. ബിലയാമെന്ന് പറയുന്ന മനുഷ്യനോട് കഴുത സംസാരിക്കുന്നു. യെരിഹോ മതിൽ പോലത്തെ വലിയ മതിൽ ആരാധിക്കുന്ന പുരോഹിതന്മാരുടെ മുൻപിൽ ജോഷുവയുടെ നേതൃത്വത്തിൽ യെരിഹോ മതിലിന് ചുറ്റും ആരാധിക്കുന്ന ഒരു കൂട്ടത്തിന് മുമ്പിൽ നിലംപരിചാകുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ലിവ്യാഥാനെ തകർത്ത് കാടയെ ഉണ്ടാക്കി അവരുടെ കൂടാരത്തിനകത്ത് മന്നായും കാടയും കൊണ്ടുവരുന്നു. ഉഴുന്നരയ്ക്കാതെ, അരിയാട്ടാതെ, യാതൊരു പരിപാടിയും ചെയ്യാതെ ഏർലി മോർണിംഗ് ആകുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, റൂം സർവീസ് എന്നും പറഞ്ഞുകൊണ്ട് ദൈവം അവിടെ ഫുഡ് കൊണ്ടുവരികയാണ് അവരുടെ കൂടാരത്തിൽ. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും കടൽ വറ്റിക്കാൻ പറ്റില്ല. സ്വർഗത്തിലെ ദൈവം ആ കടലിനെ രണ്ടായി വിഭാഗിച്ചുകൊണ്ട് അതിൻ്റെ നടുവിലൂടെ തൻ്റെ ജനത്തെ നടത്തുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എയർ കണ്ടീഷൻ ആയിരുന്നു അവർ പോയ സ്ഥലം. രണ്ട് സൈഡും വെള്ളം ഉയർന്നു പൊങ്ങി നിൽക്കുന്നതിൻ്റെ നടുക്കൂടെ നടക്കാൻ എന്നാ സുഖ. ഹല്ലേലൂയ. വളരെ വളരെ എത്ര അത്യത്ഭുതകരമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം പഴയ നിയമ ഇസ്രായേൽ സഭയെ നടത്തിയത്. എന്നിട്ടും അവർ പിറുപിറുത്തു, എന്നിട്ടും അവർ ദൈവത്തെ ചോദ്യം ചെയ്തു, എന്നിട്ടും അവർ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല പലരും. ഇതുകൊണ്ടൊക്കെയാണ് അവർ സംഹാരിയാൽ നശിച്ചു പോയതെന്ന് 1 കൊരിന്ത്യരിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അവർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചുപോയി. ദൈവം അത്ഭുതങ്ങളുടെ ദൈവം അല്ലാഞ്ഞിട്ടല്ല, ദൈവം പ്രവർത്തിക്കാഞ്ഞിട്ടല്ല, ദൈവം അവിശ്വസ്തനായതുകൊണ്ടല്ല. ഈ ഞായറാഴ്ച ഇപ്പോഴീ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ പറയുന്നു, ദൈവം വിശ്വസ്തനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, അവൻ അത്ഭുതങ്ങളുടെ ദൈവം തന്നെയാണ്, അവൻ പ്രവർത്തിക്കുന്ന ദൈവം തന്നെയാണ്, അവൻ സകലത്തെയും സൃഷ്ടിച്ചവൻ തന്നെയാണ്. എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ബഹുമാനവും, എല്ലാ ആരാധനയും അവനുള്ളതാണ്, അതവന് യോഗ്യമാണ്. Throughout the 40 years of the wilderness journey of these Israelites, they found the hand of the Lord wonderfully working for the Lord at every point of time. Whenever they cry to the Lord answers immediately through his servant. When the water of the Marah was very bitter, the Lord turned it into sweet. And when they needed breakfast, the Lord showered the manna, and it was there for the 40 years. And whenever they wanted meat, the Lord crushed the head of Leviathan and gave them quails. And also during the journey, when the Israelites were about to step into the promised land, the Lord crushed the walls of Jericho, and it tumbled down before the worshipping priests. And you find throughout, when Balaam was about to curse the people of God, the Lord opened the mouth of a donkey and gave it the power to speak Hebrew language. Don't you think that these are wonder-working things of the Lord? These are things beyond human comprehension. You cannot value it, you cannot estimate it. It's beyond human comprehension. At that point of time, the Lord does things which are beyond our thinking. That is called faith. If you don't believe that there is no God,
God doesn't cease to exist. If you don't believe that there is no, if you haven't seen Americas and all of a sudden you think that Americas is not there, that's a foolish thing to think. The Lord is there. He still works wonders. If you believe the things which are not seen, if you hope for the things which are not seen by your eyes, the Lord will be making it to happen in front of your eyes if you believe. പ്രിയ ദൈവത്തിന്റെ ജനമേ, പഴയ നിയമ ഇസ്രായേൽ സഭയെ അത്ഭുതകരമായി സ്വർഗത്തിലെ ദൈവം മോശയുടെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ പ്രവർത്തിച്ച പ്രവർത്തികളാണ് നാം കേട്ടത്. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ദൈവം ഇപ്പോഴും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ അത്ഭുതം ചെയ്യാത്ത, ഞാൻ ഇതിനകത്തൊന്നും വിശ്വസിക്കുന്നില്ലെന്ന് പറയരുത്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിനകത്ത്, ജിജി പാസ്റ്റർ വാക്യം ഒന്ന് വായിക്കാമോ? വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരും. ഒന്ന് വായിച്ചേ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. ചിലർ വിശ്വസിച്ചില്ല എന്ന് കരുതി അവരുടെ അവിശ്വാസം നിമിത്തം ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരിക്കലും ഇല്ല. ഞാൻ ദൈവം ഇല്ലെന്ന് പറയുന്നത് കൊണ്ട് ദൈവം ഇല്ലാതാകുമോ? ഒരാൾ ദൈവം ഇല്ലെന്ന് പറയുമ്പോഴാണ് ദൈവം ഉണ്ടെന്ന് കുറേയും കൂടെ തെളിയപ്പെടുന്നത്. കാരണം 500 രൂപയുടെ ഒരു കള്ളനോട്ട് ഉണ്ടെങ്കിലാണ് ഒറിജിനൽ പുറകിൽ ഉണ്ടെന്നുള്ളത് സത്യമാകുന്നത്. പ്രൈസ് ഗോഡ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുമ്പോഴാണ് ഒരു ഒറിജിനൽ ഉണ്ടായിരിക്കും. ഒരു ഒറിജിനൽ ഉണ്ടെങ്കിലേ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൂ. ദൈവം ഉണ്ടായതുകൊണ്ടാണ് ചിലരൊക്കെ ദൈവം ഇല്ലെന്ന് പറയുന്നത്. ദൈവം ഇല്ല എന്ന് PhD കാരൻ പറഞ്ഞാലും ഡോക്ടർ പറഞ്ഞാലും ഇനി എത്ര വലിയ പുള്ളി പറഞ്ഞാലും ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്ന, അവൻ വഷളനായി നടന്ന് മ്ലേച്ഛനായി നടന്ന് നീതികേട് പ്രവർത്തിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവം ഇല്ല എന്ന് ഒരാൾ പറയുന്നത് തന്നെ അവൻ വഷളനായി നടന്ന് എല്ലാ മ്ലേച്ഛതകളും ചെയ്യാനാ. ഇപ്പൊ ദൈവം ഉണ്ടെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട്, ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് മര്യാദയ്ക്ക് ജീവിക്കണ്ടേ? അപ്പം മര്യാദയ്ക്ക് ജീവിക്കാതിരിക്കാൻ, കള്ളു കുടിക്കാൻ, പാപം ചെയ്യാൻ, ഇഷ്ടമുള്ള വഴി നടക്കാൻ, ഒറ്റ കാര്യം പറഞ്ഞാൽ ഇതൊക്കെ തട്ടിപ്പാ, ചുമ്മാതാ, ദൈവമൊന്നും ഇല്ല എന്ന് പറഞ്ഞങ്ങ് പോയ കള്ളൊക്കെ കുടിച്ച് ഇഷ്ടമുള്ള പോലെ നടക്കാമല്ലോ. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ വിശ്വസിച്ചാൽ, അവൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ ആ വചനപ്രകാരം ജീവിക്കേണ്ടേ. അതുകൊണ്ടാണ് ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവൻ വഷളനായി നടന്ന് നീതികേട് പ്രവർത്തിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. നീതികേട് പ്രവർത്തിക്കണമെങ്കിൽ, വഷളത്തരം കാണിക്കണമെങ്കിൽ ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാടെ, ദൈവമൊന്നും ഇല്ലെന്നും പറഞ്ഞ് ജീവിക്കണം. അത് ദൈവത്തിന് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ അവിശ്വസിക്കുമ്പോഴും ദൈവം സർവശക്തനാണ്. നിങ്ങൾ അവനോട് അടുക്കാതെ അകലം പാലിച്ച് നിൽക്കുമ്പോഴും അവൻ നിങ്ങളെ കാത്തിരിക്കുന്നവനാണ്. ഈ നല്ല കർത്താവിന് ഒന്ന് കൈകളെ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഞാൻ ഇതുവരെ പറഞ്ഞത് പഴയ നിയമ ഇസ്രായേൽ ജനത്തെയും മോശയും ഒക്കെ ദൈവം അത്ഭുതകരമായി, ചിന്തകൾക്ക് അതീതമായ അത്ഭുതകരമായ നിലയിൽ നടത്തിയ പശ്ചാത്തലമാണ്. എന്നാൽ രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 5, 6, 7 വാക്യമൊക്കെ വായിക്കുമ്പോൾ എലീശായുടെ കാലത്ത്, 1 രാജാക്കന്മാരിൽ 17 മുതൽ ഏലിയാവിന്റെ കാലത്ത് ദൈവം പ്രവർത്തിച്ചത് കാണാം പ്രിയരെ. ഈ എലീശായുടെ കാലത്ത് ഒരു മനുഷ്യൻ ഒരു മരം മുറിക്കുന്ന സമയത്ത് അവന്റെ ഇരുമ്പ് കോടാലി ഊരി വെള്ളത്തിൽ വീണു. ഒരു ജോർദാൻ പോലൊരു നദിയിൽ വലിയൊരു ഇരുമ്പ് കോടാലിയുടെ വായത്തല വെള്ളത്തിൽ പോയാൽ എന്നാ സംഭവിക്കും? അത് താണു പോവും. അപ്പോ ഈ മനുഷ്യൻ ഓടി എലീശയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, യജമാനനെ, അയ്യോ കഷ്ടം, എൻ്റെ ഒരു കോടാലി വായ്പ വാങ്ങിയതായിരുന്നു. അവൻ നിലവിളിച്ചു. 6-ാമത്തെ വാക്യത്തിൽ എലീശ അവനോട് പറയുകയാണ്, അതെവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവന് കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. ഇതിനൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഈ വിമർശകരും ഈ ട്രോളർമാരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എലീശയൊക്കെ ആയിരുന്നേനെ ഫേസ്ബുക്ക് നിറച്ചു. കാരണം ഇതൊക്കെ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ടവരെ? ഇരുമ്പ് കോടാലി, ഇരുമ്പാണ്, അയൺ, ജോർദാൻ പോലെ വലിയൊരു നദിയിൽ വീണു. ഇരുമ്പ് വെള്ളത്തിൽ വീണ അതങ്ങ് താഴെ പോവും, ഉറപ്പായിട്ടും പോവും. ആ ഇരുമ്പ് കോടാലി പൊക്കിയെടുക്കാൻ ഒരു മരക്കമ്പ് വെട്ടി വെള്ളത്തിലേക്ക് എറിയുകയാണ്. ആ മരക്കമ്പ് വെട്ടി വെള്ളത്തിൽ എറിയുമ്പം
ഒരു കമ്പ് വെള്ളത്തിലെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? കമ്പ് വെള്ളത്തിലെറിഞ്ഞാൽ അത് മേളിൽ പൊങ്ങിക്കിടക്കും അല്ലേ? ഒരു തടിയോ കമ്പോ വെള്ളത്തിൽ വീണ അത് വെള്ളത്തിന്റെ മേളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിന്റെ മേളിൽ പൊങ്ങിക്കിടക്കും. ഇരുമ്പ് വീണ താന്നു പോകും. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. കമ്പ് വെട്ടി വെള്ളത്തിലെറിഞ്ഞു, എൻ്റെ ചിന്തയിൽ കമ്പ് താന്നു പോയി, ഇരുമ്പ് പൊങ്ങി വന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു പുസ്തകമാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നേ. ഒന്നെങ്കിൽ നിങ്ങളുടെ പേര് മാറ്റുക, ക്രിസ്ത്യാനി എന്നുള്ള പേരങ്ങ് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം മാറ്റുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാറിയേ പറ്റുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ഐ എം എ ക്രിസ്ത്യൻ എന്ന് വിശ്വസിക്കുന്ന, ക്രിസ്തുവിൻ്റെ വഴിയിൽ ജീവിക്കുന്ന, ഈ വേദപുസ്തകം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഐ ബിലീവ് ഇൻ മിറക്കിൾസ്. കാതറിൻ കുൾമാൻ എന്ന കർത്താവിന്റെ ദാസി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഐ ബിലീവ് ഇൻ മിറക്കിൾസ് ബിക്കോസ് ഐ ബിലീവ് ഇൻ ജീസസ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. നോ അതർ റീസൺ. There is only one Jesus. There is only one reason. That reason is Jesus. There is only one reason, my brothers and sisters. That reason is Jesus Christ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. നമുക്ക് വിശ്വസിക്കാൻ പ്രിയരെ, എലീശയുടെ കാലത്ത് നഷ്ടപ്പെട്ടു പോയ ആ കോടാലി തിരികെ ലഭിക്കാൻ അവിടെ നിന്നൊരു വൃക്ഷത്തിന്റെ കമ്പ് വെട്ടി വെള്ളത്തിലേക്ക് എറിയുമ്പോൾ ആ ഇരുമ്പ് കോടാലി പൊങ്ങി വന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെയെല്ലാം തിരിച്ചു തരാൻ ഈ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയും. ഞാൻ ഇവിടെ എല്ലാം കാണുന്നൊരു കാര്യമുണ്ട്. റിജോയ് സാർ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ ഒരു ദൈവാത്മാവ് എനിക്ക് തരുന്ന ആ ഒരു ഫ്ലോയിൽ ഞാൻ നിങ്ങളോട് പറയുക കേട്ടോ. എവിടെല്ലാം ബൈബിളിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് ദൈവം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സൊല്യൂഷൻസ് ഇല്ലാതെ ദൈവം ഒരിക്കലും പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ പ്രോബ്ലംസ് അനുവദിച്ചിട്ടില്ലെന്നുള്ളതാണ്. എല്ലായിടത്തും കർത്താവ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവം ഒരിക്കലും സിംഹത്തിൻ്റെ കുഴിയിൽ വീഴ്ത്താതെ അത്ഭുതങ്ങളെ ചെയ്യുന്നവനല്ല. സിംഹത്തിൻ്റെ കുഴിയുടെ നടുവിൽ സിംഹത്തിൻ്റെ വായ അടച്ച് പ്രവർത്തിക്കുന്നവനാണ്. ദൈവം ഒരിക്കലും ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെടാതെ മോറിയായിൽ എത്താതെ അതിനു മുമ്പ് താഴ്വരെ വെച്ച് വീട്ടിൽ നിന്ന് വിറക് കെട്ടുമായിട്ട് ഇറങ്ങുമ്പോഴേ ഇടപെടുന്ന ദൈവമല്ല. അതിൻ്റെ മുകളിൽ വെച്ച് ദൈവം ഇടപെട്ടവനായ ദൈവമാണ്. ഞാൻ എല്ലാ മിറക്കിളുകളും അങ്ങനെയാണ് കാണുന്നത്. ചെങ്കടലിൻ്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് 10 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് ദൈവം ചെങ്കടൽ വിഭാഗിച്ചിട്ട്, നമ്മൾ പറയത്തില്ലേ, ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടേക്കണേ, ഫുഡൊക്കെ ഒരുക്കി വെച്ചേക്കണേ, ഞങ്ങൾ അങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ എല്ലാം ഒരുക്കി വിരിച്ചിട്ടിരിക്കുന്ന പോലെ ചെയ്യുന്നവനല്ല ദൈവം. അവർ വന്ന് അവിടെ നിൽക്കുമ്പോൾ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ ദൈവം അത്ഭുതത്തെ ചെയ്തു. സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേൽ വീണപ്പോൾ സിംഹത്തിന്റെ വാ ദൈവം അടച്ചു. നേരത്തെ സിംഹത്തെ അങ്ങ് ഉറങ്ങിപ്പോയി, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിയാട്ടെ എന്ന് ദൈവം പറഞ്ഞില്ല. സിംഹത്തിന്റെ കുഴിയിൽ വീണു. അങ്ങനെ ഒരു സാഹചര്യം ദൈവം ഉണ്ടാക്കി. പക്ഷെ അതിന്റെ മധ്യേങ്കിൽ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നാം അത് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് പ്രിയപ്പെട്ടവർ. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടോ, ഒരു പ്രതികൂലം ഉണ്ടോ, ഒരു വെല്ലുവിളി ഉണ്ടോ, അതിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ? എന്താ കർത്താവേ ഈ പ്രതികൂലം വരുത്താതെ, ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കാതെ, ഇത് വരാതെ നേരത്തെ നിനക്കങ്ങ് ഇത് തടഞ്ഞുകൂടായിരുന്നോ? ഒരിക്കലും തടയില്ല. ആ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം തെളിയിക്കും ദൈവം സർവശക്തനാണെന്ന്. ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം തെളിയിക്കും നിന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന്. ആ പ്രതികൂലത്തിന്റെ മധ്യേ ദൈവം പ്രൂവ് ചെയ്യും ഈ ദൈവം അത്യത്ഭുതകരമായ പ്രകൃതിയാതീതമായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമാണെന്ന്. എവിടെ ഒരു പ്രോബ്ലം, ഏതെല്ലാം മേഖലകളിൽ ഒരു പ്രശ്നമുണ്ടോ അവിടെ ഒരു സൊല്യൂഷൻ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും. നമുക്കറിയാം, ഈ ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യനെ ഫെലിസ്ത്യർ പിടിച്ചുകെട്ടി. ഫെലിസ്ത്യർ തന്നെ പിടിച്ചു കെട്ടിയ സമയത്ത് ആ ശിംശോന്റെ മുൻപിൽ അവർ യുദ്ധത്തിനായി വരുമ്പോൾ ഒരു കഴുതയുടെ പച്ച താടിയല് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. വാസ്തവത്തിൽ ആ കഴുതയുടെ പച്ച താടിയൽ എടുത്താണ് ശിംശോൻ ഇവരെ മുഴുവൻ തകർത്തത്. ഇവരെ തകർക്കാനുള്ളതായ അവര് പുതിയ കയറുകൊണ്ട് കെട്ടിയപ്പോൾ, ശിംശോനെ പുതിയ കയറുകൊണ്ട് പിടിച്ചു കെട്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരൊരു ഫ്രഷ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ പുതുതായിട്ടുള്ള ഒരു കയറുകൊണ്ട് അവനെ കെട്ടി. മറുഭാഗത്ത് പഴക്കമില്ലാത്ത ഒരു കഴുതയുടെ പച്ചത്താടിയല്, 2-3 ദിവസത്തിന് മുൻപുള്ള ഒരു പച്ചത്താടിയല് ദൈവം അവിടെ സെറ്റ് ചെയ്തിട്ടിരുന്നു അവരെ തകർത്ത് കളയാൻ. മാറായുടെ മുൻപിലെത്തി.
മാറയെ മധുരമാക്കാൻ ദൈവം അവിടെ ഒരു വൃക്ഷത്തെ വളർത്തിക്കൊണ്ട് വന്നിരുന്നു. അങ്ങനൊരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എലീശയുടെ കാലഘട്ടത്തിൽ അവൻ്റെ കോടാലി വെള്ളത്തിൽ പോയപ്പോൾ അത് പൊക്കിയെടുക്കാൻ അതേ യോർദാന്റെ കരയിൽ ഒരു മരം നിപ്പുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോഴാണ് ഈ കോടാലി പൊങ്ങി വന്നത്. എവിടെ ഞാനൊരു പ്രോബ്ലത്തെ കാണുന്നോ അതിൻ്റെ കരയ്ക്ക് ദൈവം ഒരു സൊല്യൂഷനും വെച്ചിട്ടുണ്ട്. സൊല്യൂഷനാണ് സത്യം പറയാം. മാറ മധുരമായ പശ്ചാത്തലം നമ്മൾ വായിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഈ മാറ മധുരമായത് എങ്ങനെയാ? ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി മോശ വെള്ളത്തിൽ ഇട്ടപ്പോഴല്ലേ അത് മധുരമായത്. പെട്ടെന്നൊരു വൃക്ഷം ഉണ്ടാകില്ല, അറിയാവോ? പെട്ടെന്നൊന്നും ഒരു വൃക്ഷം ഉണ്ടാകില്ല. വർഷങ്ങളെടുക്കും ഒരു മരുഭൂമിയിലൊക്കെ ഒരു ചെടി വൃക്ഷമായി തീരാൻ. അങ്ങനെയാണെങ്കിൽ ഇവരിവിടെ വരുമെന്നും ഈ ജനം ഇവിടെ എത്തുമെന്നും, മരുഭൂമിയിൽ അങ്ങനെ വൃക്ഷങ്ങളും ഇല്ല, അത് മനസ്സിലാക്കണം. മരുഭൂമിയിൽ വൃക്ഷങ്ങൾ കാണാൻ പോലും കിട്ടുകയില്ല. പക്ഷെ അവിടെ ഒരു വൃക്ഷത്തെ, ഒരു സൊല്യൂഷൻ ദൈവം വർഷങ്ങൾക്ക് മുൻപേ വളർത്തിക്കൊണ്ട് വന്നു. വെളിപ്പെടുവാൻ പോകുന്ന ഒരു പ്രശ്നത്തെ മുൻപിൽ കണ്ട ദൈവം അവിടെ ഒരു സൊല്യൂഷൻ നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നു. അതുകൊണ്ടാണ് ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി ആ വെള്ളത്തിലിടാൻ കഴിഞ്ഞത്. വേദപണ്ഡിതാക്കൾ പറയുന്നതും നിഴലായി നിൽക്കുന്ന സത്യങ്ങളിലും ആ വൃക്ഷക്കൊമ്പ് ക്രിസ്തുവായിരുന്നു എന്ന് പ്രസംഗിക്കപ്പെടുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അതെ, ഏത് മനുഷ്യന്റെയും ജീവിതത്തിന്റെ മാറയെ കയ്പിനെ മധുരമാക്കുവാൻ മരക്കുരിശിൽ എൻ്റെ കർത്താവ് യാഗമായി, ആ വൃക്ഷക്കൊമ്പിൽ എൻ്റെ കർത്താവ് യാഗമായി എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ ഒരു പ്രോബ്ലം ഉണ്ടോ അവിടെ ദൈവം ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി. അവിടെ ദൈവം പച്ചവെള്ളത്തിൽ കിണറ്റിൽ കിടന്ന അതേ വീടിന്റെ മുൻപിലുള്ള കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു. ജനം വിശക്കുന്നു, അവർ പട്ടിണിയായിരിക്കുന്നു, വനത്തിലിരിക്കുന്നു. അവിടെ ദൈവം ആ കാട്ടിനകത്ത്, ആ കൂട്ടായ്മയിൽ, ആ യോഗത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ദൈവം വെച്ചിരുന്നു. എവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ അവിടെ ദൈവം ഒരു സൊല്യൂഷനും അതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മുഖത്താണ് നിങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ ശ്വാസത്തിന് തൊട്ടു മുൻപിൽ, നിങ്ങളുടെ തൊട്ടരികിൽ, നിങ്ങളുടെ തൊട്ടടുത്ത്, കൈയെത്തുന്ന ദൂരത്ത് നിന്റെ ആ പ്രശ്നത്തിന്റെ പരിഹാരം ദൈവം വെച്ചിട്ടുണ്ട്. Wherever there's a problem which you face in your life, there is a solution for you at that point of time in your life. You may not see it early, but when you reach that specific place where you think that nothing is impossible, everything is closed in front of me, I cannot move forward, at that point of time the Lord opens a way miraculously. When the people felt that this water is difficult for us to drink, it is bitter, the Lord had already set there a tree that so that from that a branch could be cut and put into that water so that it may turn into a sweet water. Whatever bitter experiences you are undergoing in your life, it is Jesus Christ there with you, so that the blood of Jesus which he shed on the cross can make your bitter experiences into sweet, and you can enjoy the blessing of the Lord through Jesus Christ. Catherine Kuhlman, the servant of the Lord, she said like this: I believe in miracles because I believe in Jesus Christ. Do you believe in Jesus Christ? He can turn any experiences of bitterness into sweet so that you can enjoy his blessings. ഈ സാംസനെ കുറിച്ച്, ശിംശോനെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച്, എനിക്ക് ആ ഭാഗത്തിൽ നിന്ന് ആരോടോ കർത്താവിനൊരു സന്ദേശം എന്ന് അറിയിക്കാനുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാമോ? അവർ അവനോട്, ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിംശോൻ അവരോട്, നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ് ചണനൂൽ പോലെ ആയി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. അവൻ ഒരു കഴുതയുടെ പച്ചത്താടി എല്ല് കണ്ടു, കൈ നീട്ടി എടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നു കളഞ്ഞു. ഇപ്പൊ ഒരു പ്രോബ്ലം ഒരിടത്തുണ്ടെങ്കിൽ അവിടെ തന്നെ ദൈവം സൊല്യൂഷനും വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവനൊരു കഴുതയുടെ പച്ച താടിയെല്ല് കണ്ടു, കൈ നീട്ടി എടുത്തു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കൈദൂരത്തിൽ
നിങ്ങളുടെ ശ്വാസത്തിനരികിൽ നിങ്ങളുടെ വിടുതലിൻ്റെ, നിങ്ങളുടെ നന്മയുടെ കാര്യങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു കൈ ദൂരത്ത് ഇവരെ തകർക്കുവാനുള്ള ആയുധം ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അവനത് കൈ നീട്ടി എടുത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതേ ശിംശോന്റെ ജീവിതത്തിൽ അതിൻ്റെ എനിക്ക് തോന്നുന്നു 14-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 14-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അവൻ ഫെലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. ആ കാലത്ത് ഫെലിസ്ത്യരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങൾ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവിടെ ശിംശോന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോകുന്നു. അവരൊരു മുന്തിരിത്തോട്ടത്തിനരികിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവരുടെ നേരെ അലറിക്കൊണ്ടുവരികയാണ്. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടി പോലെ കീറിക്കളഞ്ഞു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. ചെവി അറിയാതെ അവിടെ ഒരു അത്ഭുതം നടന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരാള് ഒരു സിംഹത്തെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ എടുത്ത് കുടഞ്ഞ് വലിച്ച് കീറി എറിയുക എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിക്ക് വല്ല എത്തും പിടിയും കിട്ടുന്ന കാര്യമാണോ? ചിന്തിക്കാൻ പറ്റുന്നതാണോ? 7-ാമത്തെ വാക്യം നിങ്ങൾ നോക്കി, അവിടെ എഴുതിയിരിക്കുകയാണ്, പിന്നെ അവൻ ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു, അവളെ ശിംശോന് ബോധിച്ചു. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, താഴോട്ടുള്ള ഭാഗ്യത്തിൽ 8-9 വാക്യത്തിലേക്ക് വരുമ്പോൾ, കുറേ കാലം കഴിഞ്ഞിട്ട്, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, കുറേ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിക്കാൻ തിരികെ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ശിംശോന് ഒരു വിവാഹാലോചനയ്ക്കായി പെണ്ണ് കാണാനായിട്ട് തിമ്നയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സംഭവം നടക്കുന്നത്. എന്നിട്ട് ആ പെണ്ണൊക്കെ കണ്ടു കഴിഞ്ഞ് കല്യാണമെല്ലാം സെറ്റാക്കി വിവാഹം കഴിക്കാനായിട്ട് അതുവഴി പോകുമ്പോൾ ആ ശിംശോൻ അന്ന് വലിച്ചു കീറി കളഞ്ഞ ആ സിംഹം എങ്ങനെയുണ്ടെന്ന് നോക്കേണ്ടതിന് അവിടോട്ട് ചെന്നു. സിംഹത്തിൻ്റെ ഉടലിനകത്ത് തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ പ്ലീസ്. 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവനത് കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ശിംശോനെ കടിച്ചു കീറി കൊല്ലാൻ, തീർത്ത് കളയാൻ വന്ന ഈ സിംഹത്തെ ശിംശോൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ തകർത്തു. അത് മാത്രമല്ല, കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ സിംഹത്തിൻ്റെ അസ്ഥിപഞ്ജനങ്ങൾക്കിടയിൽ തേനീച്ചകൾ ആ കാട്ടിൽ കൂടുവെച്ച് കിടന്നതിനകത്തുനിന്ന് തേനെടുത്ത് ശിംശോൻ കഴിച്ചുകൊണ്ട് പോകുന്നു. ഇതിനകത്തൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നൊരു സന്ദേശമുണ്ട്. നിന്നെ വേദനിപ്പിക്കുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിനക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ നിന്റെ മുമ്പിൽ വന്ന സാഹചര്യങ്ങളെ പിന്നത്തേതിൽ തേൻ പോലെ മധുരിപ്പിക്കുന്ന അനുഭവങ്ങളാക്കി, മധുരമുള്ള അനുഭവങ്ങളാക്കി മാറ്റുവാൻ നിന്റെ മേളിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. ഇത് ഈ സന്ദേശം ചിലരോടുള്ള ദൈവികമായ ആലോചനയാണ് പ്രിയപ്പെട്ടവരെ. ഒരു സമയത്ത് നിന്നെ കടിച്ചു കീറാൻ, നിന്നെ തീർത്ത് കളയാൻ, നിന്നെ ഇല്ലാതാക്കാൻ അലറിക്കൊണ്ടുവന്ന പല പ്രശ്നങ്ങളും അടുത്ത ദിവസങ്ങളിൽ, വരുന്ന നാളുകളിൽ നിന്റെ ജീവിതത്തിൽ മധുരമുള്ള അനുഭവങ്ങളാക്കി ദൈവം മാറ്റിയിരിക്കും. ഈ ദൂത് ഏറ്റെടുക്കുന്നവർ, ഈ ലൈവ് കാണുന്നവർ അതിനൊരു ആമീൻ പറഞ്ഞേ. അതല്ലേ വാസ്തവത്തിൽ ഈ ശിംശോന്റെ ജീവിതത്തിൽ ഇവിടെ നടന്നത്? യഥാർത്ഥമായി സംഭവിച്ചത് അത് തന്നെയാണ്. Judges chapter 15, Philistines were coming and the people of God actually tied Samson with fresh ropes and they delivered Samson unto the Philistines. And what happened there was the anointing of the Lord came upon this man and the fresh robes were just unleashed like flax in the fire, and he found a fresh jawbone of a donkey, and with that jawbone he actually defeated the Philistine. When the fresh robes were used to bind this man, the Lord
within his reach gave him the fresh jawbone of a donkey. Wherever you have a problem within your reach, the Lord will bring the solution to it. Again in chapter 14, you find he was going to Timnah, and there, to his surprise, a young lion jumped on his body, and all of a sudden the Spirit of the Lord came upon him, and he tore that lion into pieces. And after some days, he was coming through that way, and he found honey inside that carcass of that lion. The message is very clear. The problems which came upon you like roaring to devour you, the Lord will turn that into pieces, and the Lord will make those bitter and those scary incidences into more honey-like tasty things, so that you will understand the power and the presence of the Lord in your life. പഴയ നിയമത്തിൽ പിതാവായ ദൈവം പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തികളെല്ലാം ശിംശോനെ ഉപയോഗിച്ചതും മോശയെ ഉപയോഗിച്ചതും ജോഷുവയെ ഉപയോഗിച്ചതും ഏലിയാവിനെ ഉപയോഗിച്ചതും എലീശായെ ഉപയോഗിച്ചതും ഗിദയോനെ ഉപയോഗിച്ചതും ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഞാൻ കാണുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും ദൈവം ഉപയോഗിച്ചത് ഒന്നും ഒരു സാധാരണ നിലയിലല്ല. ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാതെ ഇരുന്നു ജോഷുവയുടെ കാലത്ത്. സൂര്യൻ അസ്തമിക്കാതെ സൂര്യനെ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന പിടിച്ചു നിർത്തി. ഇതൊക്കെ പുരാണ കഥകളോ ഇതിഹാസ കഥകളോ ഏതെങ്കിലും ഒരു വ്യക്തി കെട്ടിച്ചമച്ച സംഭവങ്ങളോ ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്, സത്യവചനമാണ്. ഈ മാറ്റമില്ലാത്ത സത്യവചനത്തിൽ ഞാൻ വായിക്കുന്ന ഈ പ്രവർത്തികൾ പ്രവർത്തിച്ച ദൈവം, ഈ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ, ഈ ദൈവം നമ്മൾ ചിന്തിക്കുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമ്മൾ ഒരുപാട് പ്രകൃതിയാതീതമായ ദൈവപ്രവർത്തികൾ കണ്ടിട്ടുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വന്നപ്പോൾ അതങ്ങ് കുറഞ്ഞുപോയി എന്നാരും ചിന്തിക്കരുത്. ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാഠിന്യം, അതിൻ്റെ ആഴം പഴയതിനേക്കാൾ ശക്തമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം യേശുക്രിസ്തുവിൻ്റെ ജനനം പോലും, ഈ ഭൂമിയിലേക്കുള്ള തൻ്റെ വരവ് പോലും മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത, ശാസ്ത്രലോകത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ജനനമായിരുന്നു, അല്ലേ? ഈ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് അലറി വിളിച്ചുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കാറ്റും കടലും കൂടുവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആരെന്ന് അവർ തമ്മിൽ പറഞ്ഞു. വീട്ടിൽ വളർത്തുന്ന നായോട് കൈസറെ പോയി കൂട്ടിൽ കയറ് എന്ന് പറയുമ്പം കൈസർ ഓടിപ്പോയി കൂട്ടി കയറുന്നത് പോലെ, വീട്ടിൽ വളർത്തുന്ന നായ യജമാനന്റെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്നത് പോലെ കാറ്റും കടലും ഒക്കെ കർത്താവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഒബേ ചെയ്യുകയാണ്, അനുസരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, കാറ്റിനോടും കടലിനോടും ഇവൻ സംസാരിക്കുന്നു, കടൽ വരെ ഇവൻ്റെ വാക്ക് അനുസരിക്കുന്നു, ഇവൻ ആര് എന്ന് നമ്മൾ തമ്മിൽ പറയുന്നു. കാരണം ഇവരാരും, ഈ ശിഷ്യന്മാരാരും കണ്ടത് ഒന്നും ഒരു സാധാരണ കാര്യമല്ല. അവരുടെ ജീവിതത്തിൽ അസാധാരണമായ പ്രവർത്തികളാണ് ശിഷ്യന്മാർ മുഴുവൻ കണ്ടത്. എന്നിട്ട് പോലും അവർ അവിശ്വസിച്ചു, അവർ സംശയിക്കുന്നവരായിരുന്നു, അവർ കർത്താവിനെ വിട്ടിട്ട് ഓടിപ്പോയി എന്നൊക്കെ പറയുന്നത്, അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ് ഈ അത്ഭുതം കണ്ടവൻ അത്ഭുതത്തിൽ വിശ്വസിക്കാത്തത്. വലിയൊരു അത്ഭുതം തന്നെയാണ്. പ്രൈസ് ഗോഡ്. ഈ വിശ്വാസി എന്ന് പറയുന്നവർക്ക് വിശ്വാസം ഇല്ലാത്തത് വലിയൊരു അത്ഭുതം തന്നെയാണ്. പ്രൈസ് ഗോഡ്. അത്ഭുതങ്ങളുടെ പുസ്തകമായ വിശുദ്ധ ബൈബിൾ കൈക്കൊണ്ട് നടക്കുന്നവർ അത്ഭുതങ്ങളെ, ദൈവപ്രവൃത്തികളെ വിമർശിക്കുന്നത് എൻ്റെ ദൃഷ്ടിയിൽ അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. കർത്താവ് ആരാണ്? അവൻ്റെ ജനനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഇന്ന് ഈ വിശ്വാസ വചനത്തിൻ്റെ കേൾവികൾ നിങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുകയാണ്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന പേർ വിളിക്കണം. എന്നിട്ട് 32-ാം വാക്യത്തിൽ പറയുന്ന, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം
അവന് കൊടുക്കും. 33-ാം വാക്യത്തിൽ പറഞ്ഞവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഈ സമയത്ത് 34, 35, 36 വാക്യങ്ങളിൽ മറിയ ചോദിക്കുകയാണ്, ഞാൻ പുരുഷനെ അറിയാകിയാൽ, ഞാൻ അവിവാഹിതയാകിയാൽ എങ്ങനെ സംഭവിക്കും? നാച്ചുറലി മറിയം ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. നാച്ചുറലായി ഒരു കുഞ്ഞനിൽ ജനിക്കേണ്ടതിന് എനിക്കൊരു പുരുഷനുമായി ബന്ധമില്ല, ഞാൻ അവിവാഹിതയാണ്, ഞാൻ വിവാഹം കഴിക്കാത്തവളാണ്. പക്ഷെ ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഇന്ന് ഈ ഞായറാഴ്ചയിൽ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, എങ്ങനെ എനിക്ക് ആ ജോലി ലഭിക്കും? എങ്ങനെ ഈ രോഗം സൗഖ്യമാകും? എങ്ങനെ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ കഴിയും? എങ്ങനെ ഈ അവസ്ഥകൾ മാറും? ഇതെങ്ങനെ സംഭവിക്കും? ഇത് എൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ, ദൂതൻ മറിയത്തോട് പറഞ്ഞത്, ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ അതിനായി സഹായിക്കും. The Spirit of the Lord will help you, my brother and sister. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അതിൽ സഹായിക്കും പ്രിയരെ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ, ആ വ്യക്തി ഒരു നാച്ചുറൽ ഇലത്തിൽ നിന്നും ഒരു സൂപ്പർ നാച്ചുറൽ ഇലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 36, 37 വാക്യങ്ങളിൽ ആമീൻ, പരിശുദ്ധാത്മാവിനാൽ മറിയത്തിനായി ഇടപെടിയിൽ ഉണ്ടാകുമ്പോൾ നിന്റെ ചാർച്ചക്കാരിയാകുന്ന എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസമാണ്. 37-ാം വാക്യത്തിൽ മറിയം ആമീൻ ഇങ്ങനെ കേൾക്കുകയാണ്, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാക്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒരുപാട് അസാധ്യതകളുടെ നടുവിൽ ജീവിക്കുന്ന നിങ്ങൾക്ക്, ഒരുപാട് അസാധ്യതകളെ കാണുന്ന നിങ്ങൾക്ക് വിശ്വസിക്കാമോ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന്? യേശുവിൻ്റെ ജനനം സാധാരണ നിലയിലല്ലായിരുന്നു. ഇതിപ്പം കല്യാണം കഴിക്കാത്ത, ഒരു പുരുഷനുമായി ബന്ധമില്ലാത്ത ഒരു സഹോദരി ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു. ഒരു വെളി പോലും ഇറങ്ങിയിട്ടില്ല, ഒരു പുരുഷനുമായി ബന്ധമില്ല, ആരെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരു സഹോദരി ഗർഭവതിയായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചെന്ന് ഒരു ഡോക്ടറോട് പറഞ്ഞാൽ അയാൾ പുഞ്ചിരിക്കും, അയാൾ അവിശ്വസിക്കും, അയാൾ മനസ്സിൽ പറയാ ശരിയെന്ന് പറയും. വിശ്വസിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മുഴുവൻ യേശുവിൻ്റെ ജനനം മുതൽ ഞാനൊന്ന് ചില കാര്യങ്ങളൊന്ന് ഓടിച്ച് പറയാൻ പോവാ. ഈ ബാല്യപ്രായം, കർത്താവിൻ്റെ ബാല്യപ്രായം എന്ന് പറയുന്നത് ലൂക്കോസ് 2 എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് യേശു കർത്താവ് ഒരു ദേവാലയത്തിലിരിക്കുകയാണ്, ഒരു പള്ളിയിലിരിക്കുകയാണ്. യേശുവിനെ കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവർ ഉപദേശം കേൾക്കുന്നതും അവരോട് ചോദ്യം ചെയ്യുന്നതും കണ്ടു. 47-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവൻ്റെ വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയം തോന്നി. ആ വിസ്മയം തോന്നി എന്ന് പറയുന്നത് മലയാളത്തിൽ നല്ലൊരു പദമാണ്. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. 25-30 വയസ്സൊന്നും ആയിട്ടില്ല. കൊച്ചു പ്രായത്തിൽ തന്നെ യേശു ആൾക്കാരെ ഞെട്ടിക്കുന്നവനായിരുന്നു. ജനനം ഒരു അത്ഭുതമായിരുന്നു. ബാല്യം ആ കാലഘട്ടത്തിൽ ജീവിച്ചവരോട് ചോദിച്ചാൽ മതി. അവന്റെ ബാല്യവും ആൾക്കാരെ വിസ്മയിപ്പിച്ചു. അവന്റെ ബാല്യവും ആൾക്കാരിൽ അതിശയങ്ങളെ സൃഷ്ടിച്ചു. Throughout the pages of the Old Testament, one after another, you find the Lord working miracles throughout. And when you step into the New Testament, the miracles did not cease, but miracles became more profound and it became more intense. Even the birth of Jesus Christ on the face of the earth, the eternal God who cannot be confined anywhere, became confined into a person's, a woman's womb, and that was the greatest miracle that can happen. And even Mary said to Gabriel, how can that be? And the Gabriel says, the Holy Spirit will overshadow you, the Holy Ghost will come upon you. Holy Ghost presence is something which makes impossible things to happen even in your life. If you invite the Holy Spirit into all areas of your life,
life. The Holy Spirit can make impossible things to happen in life. Then when you think about the childhood of Jesus at Luke chapter 2 verse 47, all of those people who heard Jesus was astonished, his understanding and his answers. Jesus was a miracle himself. In his birth he was a miracle. In his childhood he was a miracle. Throughout his whole life he was a miracle. യേശു കർത്താവിന്റെ സ്നാനം നമ്മൾ നോക്കുമ്പോൾ യേശു കർത്താവിന്റെ സ്നാനം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ജോർദാൻ റിവറിൽ യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തുന്ന സമയത്ത്, യേശു പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ അവിടെ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം അവിടെ ഉണ്ടായി. നിങ്ങൾ ആ ഫ്രെയിം ഒന്ന് കാണണം, ആ പിക്ചർ നിങ്ങളുടെ മനസ്സിലൊന്ന് കാണണം. ന്യായപ്രമാണത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമായ യോഹന്നാൻ ആ ഫോട്ടോയിലുണ്ട്, ആ സ്ഥലത്തുണ്ട്. 2, സ്വർഗം, ഒരു ഓപ്പൺ ഹെവൻ അവിടെയുണ്ട്. പിതാവായ ദൈവം അവിടെ സംസാരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നു. ഇവിടെ നിങ്ങൾക്ക് ആരെയൊക്കെ കാണാമെന്നറിയാമോ? ഇവിടെ നിങ്ങൾക്ക് ന്യായപ്രമാണത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമായ യോഹന്നാൻ സ്നാപകനെ അവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് തുറക്കപ്പെട്ട, യേശുവിൻ്റെ സ്നാനത്തിൽ തുറക്കപ്പെട്ടൊരു സ്വർഗം നിങ്ങൾക്ക് കാണാം. ഇതിനേക്കാളെല്ലാം ഉപരിയായി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒറ്റ ഫോട്ടോയിൽ കാണാം. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാം. ഇത്ര അത്ഭുതകരമേറിയ ഒരു രംഗം, ഒരു സംഭവം, ഒരു ബാപ്റ്റിസം സർവീസ് വേദപുസ്തകത്തിൽ വേറെ എവിടെയുണ്ട്? His birth is supernatural. His childhood was supernatural. His baptism was supernatural because he is the God of supernatural. Jesus Christ is the Lord of supernatural. Hallelujah. Hallelujah. At the baptism of Jesus, if you can visualize that frame, John the Baptist, who is the connecting link between Old Testament and New Testament, the last chapter of the New Testament of the Old Testament is standing right there. You can find him in that frame. You can find an open heaven, and you can find the Father God proclaiming that this is my Son in whom I am well pleased. And you find the Holy Spirit descending down from heaven, and you see Jesus Christ coming and praying after baptism. You can see the Father, Son and Holy Spirit in one frame in that miraculous and supernatural baptism. As the pastor said, his birth was supernatural, his childhood was supernatural, and his baptism was of course supernatural. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, 100 കിലോമീറ്റർ പോലും തികച്ച് സഞ്ചരിച്ചിട്ടില്ല കർത്താവായ യേശു ക്രിസ്തു. 100 കിലോമീറ്റർ പോലും തികച്ച് സഞ്ചരിച്ചിട്ടില്ലാത്ത കർത്താവായ യേശു ക്രിസ്തു 5 വൻകരകളുടെയും ദൈവമാണ്, കർത്താവാണ്. എൻ്റെ യേശു ഒരു പാട്ടും എഴുതിയിട്ടില്ല, പക്ഷേ അവനെക്കുറിച്ച് ലക്ഷക്കണക്കിന് പാട്ടുകളുണ്ട്. എൻ്റെ യേശു ഒരു പുസ്തകങ്ങളും രചിച്ചിട്ടില്ല, പക്ഷെ അവനെക്കുറിച്ച് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. അവന് ഒരു ഫോർമൽ എഡ്യൂക്കേഷനും ഇല്ല, പക്ഷെ അവനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ആൾക്കാർ. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ്റെ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ്റെ വചനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 100 കണക്കിന് 10,000 ബൈബിൾ കോളേജുകളിൽ, ബൈബിൾ സെമിനാറുകളിൽ അവനെക്കുറിച്ച് പഠിക്കുവാൻ വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ അവൻ ഒരു ബുക്കും എഴുതിയിട്ടില്ല, അവൻ ഒരു പാട്ടും എഴുതിയിട്ടില്ല, അവൻ 100 കിലോമീറ്റർ പോലും യാത്ര ചെയ്തിട്ടില്ല. എന്നെ കേൾക്കുന്നവരെ, പക്ഷേ അവൻ കോടാനുകോടി ജനങ്ങളുടെ ദൈവമാണ്, അവൻ ആരാധ്യനാണ്, അവൻ ആരിലും ഉന്നതനാണ്. കാരണം അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. Jesus Christ is always a miracle. He hasn't written any song, but you find lakhs and crores of songs written about him. He did not travel 100 miles away from his birthplace, but he is worshipped in all the continents of the world. He did not start any organization, or he did not say to anyone that you have to start an organization for me, but still he is the center of the humanity. He is
worshipped by the humanity, all of the universe. He is worshipped, and he is such a miraculous person that the whole world can worship. എന്നെ കേൾക്കുന്നവരെ, കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ കനാവിൽ ചെന്നില്ലേ? കനാവിലെ കല്യാണ വീട്ടിൽ യോഹന്നാൻ 2 വായിക്കുന്ന ആ സംഭവം, അവിടെ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമാണ് നിങ്ങളിവിടെ കാണുന്നത്. There is a first miracle, ആദ്യത്തെ അത്ഭുതം. പ്രൈസ് ഗോഡ്. അവിടെ നിങ്ങൾ എന്താ കാണുന്നതെന്നറിയാമോ? പച്ച വെള്ളത്തെ യേശു കർത്താവ് മുന്തിരിച്ചാറാക്കി വീഞ്ഞാക്കി മാറ്റി. ഈ വെള്ളം എന്ന് പറയുമ്പം H2 ആണ്, വാട്ടറിൻ്റെ ശാസ്ത്രീയമായ പേര് H2 ആണ്. പക്ഷെ വൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, C2H5OH ആണ്. ഈ H2 ആയിട്ടുള്ള വെള്ളം വൈനായിത്തീരുക, വീഞ്ഞായിത്തീരുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, ചെറിയൊരു സംഭവമല്ല. കാരണം ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ, ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയമല്ല വൈനിന് വേണ്ടത്. വൈൻ എന്ന് പറയുന്നത്, നമ്മൾ ഇസ്രായേലിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഗലീലയിലെ കാനാവിൽ ആ സ്ഥലം സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ഈ സ്റ്റോണിനകത്ത് അവർ അത് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രേഷ്ഠമേറിയ ഒരു വൈൻ എന്ന് പറയുന്നതിന് കുറഞ്ഞത് 400 വർഷമെങ്കിലും പഴക്കം ഉണ്ടാകണം. പഴകും തോറുമാണ് ഇതിൻ്റെ വില കൂടുന്നത്. വൈൻ ഉണ്ടാക്കുന്നവർക്കറിയാം, ആ വൈൻ ഒത്തിരി നാൾ കഴിയുമ്പോഴാണ് അത് വീര്യമുള്ളതായി, പഴമയുള്ളതായി, ശ്രേഷ്ഠകരമായി തീരുന്നത്, ഏറ്റവും വിലയുള്ളതായി തീരുന്നത്. നമ്മളിപ്പോൾ ഒരു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ, ദാറ്റ് ഈസ് എ ജ്യൂസ്, അത് നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. ഒരു നാരങ്ങ വെള്ളം 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. ഒരു ജ്യൂസ് നിങ്ങൾക്ക് 5 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ ഒരു 2 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരിക്കലും വീഞ്ഞുണ്ടാകത്തില്ല. വീഞ്ഞുണ്ടാകണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ഒത്തിരി സമയമെടുത്ത് മാത്രമേ അത് വീഞ്ഞായി തീരത്തുള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 400 കൊല്ലം കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സ്, 200 കൊല്ലം കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സ് യേശു കർത്താവ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ചെയ്യുകയാണ്. 200 കൊല്ലം കഴിഞ്ഞ് സംഭവിക്കേണ്ട ഒരു കാര്യം, 200 കൊല്ലം കൊണ്ട് നടക്കേണ്ട, 400 കൊല്ലം കൊണ്ട് നടക്കേണ്ട ഒരു കാര്യത്തെ യേശു കർത്താവ് നിമിഷങ്ങൾ കൊണ്ട് ചെയ്തെടുക്കുകയാണ്. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത ഒരു 50 വർഷം കഴിഞ്ഞ്, അടുത്ത ഒരു 60 വർഷം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇനി നടക്കുകയുള്ളൂ, അടുത്ത ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ അങ്ങനെ ആകുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തൊരു ഉണർവുണ്ടാകാൻ ഇനി ഒരു 10-15 വർഷം എടുക്കും, ഈ ചർച്ചൊന്ന് വളരാൻ ഇനി ഒരു 3-4 കൊല്ലം എടുക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ, പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് 400 കൊല്ലം കൊണ്ട് നടക്കേണ്ട പ്രോസസ്സിനെ എൻ്റെ കർത്താവ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ചെയ്തെടുത്തു. വർഷങ്ങളെടുത്ത് കായ്ക്കേണ്ട ബദാം അഹരോന്റെ വടിയെ ഒറ്റ രാത്രി കൊണ്ട് തളർപ്പിച്ച് പൂവുള്ളതാക്കി സ്വർഗത്തിലെ ദൈവം തീർത്തു. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ആഹാബിന്റെ രഥത്തിന് മുൻപിൽ ഓടി ഹോരേബിലെത്തുവാൻ ഏലിയാവിന്റെ കാലുകൾക്ക് വേഗത കൊടുത്തൊരു ദൈവമുണ്ട്. ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു, സ്വർഗത്തിലെ ദൈവത്തിന് നിന്റെ വേഗതയെ വർദ്ധിപ്പിക്കാൻ കഴിയും. സ്വർഗത്തിലെ ദൈവത്തിന് ചില പ്രോസസ്സുകൾ സ്പീഡപ്പാക്കാൻ കഴിയും, വേഗത്തിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആവർത്തനം 28 പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് പറയുന്ന അവന്റെ കൽപ്പനകളെ, ചട്ടങ്ങളെ നീ പ്രമാണിച്ചാൽ അവൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന്. എന്താ ഈ വാലും തലയുമായിട്ടുള്ള വ്യത്യാസം? വാലെന്ന് പറയുന്നത് പുറകിലാണ്, തലയെന്ന് പറയുന്നത് മുൻപിലാണ്. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, പുറകിൽ കിടന്ന നിന്നെ, പലതിലും പിൻപിലായി പോയ നിന്നെ ഞാൻ മുന്നിൽ കൊണ്ടുവരും, എല്ലാത്തിൻ്റെയും മുൻപിലാക്കും. ഹല്ലേലൂയ. പുറകിൽ കിടന്ന് എഴയേണ്ട വാലല്ല നീ, മുൻപിൽ നിൽക്കേണ്ട തലയാക്കി നിന്നെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് പറയുന്നു, വിശ്വസിക്കാമോ? ഈ അത്ഭുതങ്ങളുടെ കർത്താവിൽ വിശ്വസിക്കാമോ? നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകളുടെ വേഗത എന്റെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. At the wedding of Cana, what happened was the Lord turned water into wine. The mere chemical combination of the water and wine are entirely different. And for that change to happen, if you have understood something related to wine, you can
find that it will take hundreds and hundreds of years for a good wine to mature and become a good and intoxicating wine. Lord turned the water into the best wine. That means he turned the water into a choicest wine which will make them almost 400 years for a time period to make such a great wine. But the Lord within seconds bypass that time and turn the water into wine. In your life, the Lord can increase your speed. You might have thought that within 10 years this will happen, or within 50 years a revival may happen, or when is something going to happen in my church. You might have thought that it's not going to happen within some years. But the Lord, if you pray and believe, the Lord can use his transforming power to change your time, to bypass the time and change your speed, and he can turn you not from the tail position to a head position. You are in a backward position now, but the Lord can turn and take you from the backward position into the forward position. He can place you first if you believe in the Lord and if you heed to his promises. എൻ്റെ യേശു അത്ഭുതങ്ങളുടെ ദൈവം. വായികൾ തുറന്ന് പറയാമോ? ഈ ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാമോ? എൻ്റെ യേശു അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. നിങ്ങൾക്കറിയാമോ, നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ പൈതൽ മരണപ്പെട്ടപ്പോൾ ആ ശവമഞ്ചവുമായി ആ വിധവ നിലവിളിച്ചുകൊണ്ട് പുരുഷാരം ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ വിലാപയാത്രയ്ക്ക് മുൻപിൽ യേശു വരികയും ആ വിലാപയാത്രയെ ഒരു ആഘോഷമാക്കി കർത്താവ് മാറ്റി. ആ കണ്ണുനീരിന്റെ വിലാപത്തിന്റെ യാത്രയെ യേശു കർത്താവ് അവിടെ വന്ന് മഞ്ചത്തിൽ തൊട്ടപ്പോൾ അതൊരാഘോഷമായി മാറുക. പ്രിയപ്പെട്ടവരെ, അവന്റെ ശുശ്രൂഷകൾ അത്ഭുതമായിരുന്നു. യേശുവിന്റെ വാക്കുകൾ, യേശുവിന്റെ വായിൽ നിന്ന് വന്ന വചനങ്ങൾ അത്ഭുതകരമായിരുന്നു. അത് ചെറിയ പ്രായത്തിൽ മാത്രമല്ല, അവന്റെ 33.5 വയസ്സുവരെയും യോഹന്നാൻ 7:44 മുതൽ 46 വരെയുള്ള വാക്കുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, നോ മാൻ എവർ സ്പോക്ക് ലൈക്ക് ദിസ് മാൻ. ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. ആ ഭാഗം എടുത്തെങ്കിലും ഒന്ന് വായിക്കാവോ ദൈവദാസനെ? യോഹന്നാൻ 7:44 മുതൽ 46 വരെയുള്ള ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. ശത്രുക്കൾ, അവിടുത്തെ ഓഫീസേഴ്സ് വരെ പറയുകയാണ്, അവിടുത്തെ പട്ടാളക്കാർ വരെ പറയുകയാണ്, ഇവൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാൾ സംസാരിച്ചിട്ടില്ല. അവന്റെ പ്രവർത്തികൾ മാത്രമല്ല അത്ഭുതകരമായിരുന്നത്, അവന്റെ വാക്കുകളും വചനങ്ങളും, യേശുവിന്റെ വാക്കുകളും വചനങ്ങളും അത്ഭുതകരമായിരുന്നു. പ്രിയമുള്ളവരെ, യേശുവിന്റെ മരണം, ഒരു മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് അതെങ്ങനെ അത്ഭുതകരമാകുന്നേ? യേശുവിന്റെ മരണം പോലും അത്ഭുതകരമായിരുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ യേശു കർത്താവ് ഇങ്ങനെ ക്രൂശിതനായി കിടക്കുമ്പം അതിനകത്ത് ഒരു കള്ളൻ കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ, ക്രൂശിൽ കിടക്കുമ്പോഴും കൈകാലുകൾ ആണിയിൽ തറയ്ക്കപ്പെട്ട് കിടക്കുമ്പോഴും തലയിൽ മുൾക്കിരീടം ചൂടിക്കിടക്കുമ്പോഴും സംസാരിക്കാനുള്ള ശബ്ദമില്ലാതെ നാവണ്ണാക്കിനോട് പറ്റിയിരിക്കുമ്പോഴും തൊട്ടപ്പുറത്ത് കിടക്കുന്നവന്, എൻ്റെ ഒരു ലാംഗ്വേജിൽ പറയുക, സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ്പോർട്ടും വിസയും കൊടുക്കുകയാണ്. പറുദീസയ്ക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ അവന്റെ മുമ്പിൽ ഒരുക്കുകയാണ്. ക്രൂശിൽ കിടക്കുമ്പോഴും ഒരു ഒരു ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവന്, ഒരു കള്ളൻ എന്ന് വിളിക്കപ്പെട്ടവന് നിത്യത ഉറപ്പാക്കുകയാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. അവന്റെ മരണത്തിൽ പോലും അവൻ അത്ഭുതങ്ങൾ ചെയ്തു. ഏറ്റവും വലിയ ക്രിമിനലായി അന്നത്തെ കാലഘട്ടത്തിൽ വിധിച്ച കർത്താവിനെ, ഒരു ക്രിമിനലിനെ അടക്കിയത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു മന്ത്രിയുടെ കല്ലറയിലാണ്. അവന്റെ അടക്കം അത്ഭുതകരമായിരുന്നു. മരണത്തെ ജയിച്ച് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് അത്ഭുതകരമായിരുന്നു. ഫ്ലൈറ്റും പാരച്യൂട്ടും ഒന്നുമില്ലാതെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്, ഒലിവ് മൗണ്ടനിൽ നിന്ന് യേശു കർത്താവിന്റെ മേളിൽ മേഘങ്ങൾ വന്നു മൂടിയിട്ട് അവൻ സ്വർഗാരോഹണം ചെയ്തത്, നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഉയർന്നു മുകളിലേക്ക് പോയത് അത്യത്ഭുതകരമായിരുന്നു. ഇനി കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ മടങ്ങി വരുന്നത് ഈ ലോകം ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതകരമേറിയ ഒരു കാഴ്ചയായിരിക്കും.
പറയും, I believe in miracles because I believe in Jesus Christ. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, കാരണം ഞാൻ അത്ഭുതങ്ങളുടെ ദൈവമായ യേശുവിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജനനം മുതൽ മരണം വരെയും അവന്റെ പുനരുത്ഥാനവും അവന്റെ സ്വർഗാരോഹണം വരെയും എല്ലാം മിറക്കിൾസാണ് ഞാൻ കാണുന്നേ. എന്റെ ചിന്തകൾക്ക് അപ്പുറമുള്ള കാര്യമാണ് കാണുന്നേ. മുകളിൽ നിന്ന് ഒരാൾക്ക് പാരച്യൂട്ട് വഴിയായി താഴേക്ക് പറന്നിറങ്ങാൻ കഴിയും, പക്ഷേ ഒരു പ്രതലത്തിൽ താഴെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു എക്യുപ്മെന്റ്സും ഇല്ലാതെ മുകളിലേക്ക് ഉയർന്നു പോകുവാൻ കഴിഞ്ഞത് അവന് മാത്രമാണ്. കടലിന്റെ മുകളിലൂടെ വള്ളത്തിൽ പോകാൻ പലർക്കും പറ്റും, കടലിലൂടെ നീന്താൻ ആർക്കും കഴിയും, ഒരു പക്ഷേ നീന്തൽ പഠിച്ചവർക്ക് കഴിയും. പക്ഷേ വെള്ളത്തിന്റെ തിരകളുടെ മുകളിലൂടെ പാദങ്ങളൂന്നി നടക്കുവാൻ അവന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അവൻ അത്ഭുതങ്ങളുടെ ദൈവം. വിശ്വസിക്കും പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ഞാൻ ഈ പുസ്തകത്തിൽ വായിക്കുന്നത്, കാണുന്നത് അത്ഭുതങ്ങളുടെ കാഴ്ചകളാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൂടാ? എന്തുകൊണ്ട് നിങ്ങളെ അവനൊരു അത്ഭുതമാക്കി മാറ്റിക്കൂടാ? ഞാനൊരു സത്യം പറയട്ടെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് എന്നെ തൻ്റെ മകനാക്കി തീർത്തതാണ്. ഏറ്റവും വലിയ മിറക്കിൾ അതാണ്. Salvation is the greatest miracle, more than getting any healing or deliverance in your life, my brothers and sisters. രക്ഷ എന്ന് പറയുന്ന അത്ഭുതം പോലെ മറ്റൊന്നുണ്ടോ? ഈ ലോകത്തിലെ ഏത് മതത്തിന്, ഏത് മതസംഹിതകൾക്ക്, ഏത് വ്യക്തികൾക്ക് നിങ്ങളെ സ്വർഗത്തിന് അവകാശികളാക്കാൻ കഴിയും? നിങ്ങളെ നിത്യതയ്ക്ക് അവകാശികളാക്കാൻ കഴിയും? നിങ്ങൾക്ക് നിത്യജീവൻ തരുമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞാൻ അവിശ്വസിക്കില്ല, എൻ്റെ കാൽച്ചുവടുകളെ ഞാൻ പുറകിലേക്ക് വെക്കില്ല, ആൾക്കാർ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളിൽ ഞാൻ പെട്ടുപോകില്ല. ഈ ദൈവം സ്റ്റിൽ, ദിസ് ഗോഡ് ഈസ് വർക്കിംഗ്. ഈ ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഈ യേശു കർത്താവ് ഇപ്പോഴും അത്ഭുതങ്ങൾ ചെയ്യുന്നു. ജനനം മുതൽ പുനരുത്ഥാനം വരെയും അത്ഭുതങ്ങളെ പ്രവർത്തിച്ച അവന്റെ ആത്മാവ് ഇന്നും ഈ ഭൂമിയിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, ഓ താങ്ക് യു ലോർഡ് ജീസസ്. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമല്ലേ? എത്ര പേര് പറയും, പാസ്റ്റർ സത്യമാണ്, ബ്രദറെ സത്യമാണ്, എൻ്റെ ജീവിതം ഒരു അത്ഭുതമാണ്. ഞാൻ കഴിക്കുന്ന ആഹാരം, ഞാൻ കുടിക്കുന്ന വെള്ളം, ഞാൻ ധരിക്കുന്ന വസ്ത്രം, ഞാൻ പാർക്കുന്ന ഭവനം, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല നന്മകളും എൻ്റെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമായതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ കർത്താവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു ആമീൻ പറയാമോ? എൻ്റെ യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഞായറാഴ്ച ഇന്ന് പകലിലും നിൽക്കുന്നത് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അതുകൊണ്ട് ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞാട്ടെ, ലോർഡ് താങ്ക് യു ജീസസ്. ആ കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ തുടങ്ങി. You deserve the glory and the honor. You are great. You do miracles so great. There is no one else like you, Jesus. Hallelujah. അങ്ങേ പോലെ ആരുമില്ല കർത്താവേ. You are the God of supernatural. You deserve the glory. You are the God of supernatural. And the honor. Thank you, Lord Jesus. Lord, we lift our hands. You are the God of supernatural, Jesus. As we lift the holy name. You deserve the glory and the honor. Lord, we lift our hands and worship as we lift your holy name. You are great. You do miracles so great. Thank you, Father God. There is no one else like you. Precious Jesus. There is no one else like you. You are great. Jesus. You do miracles so great. Yes, Lord Jesus. There is no one else like you. There is no one else like you. മോശ തന്റെ കയ്യിലിരുന്ന വടി Deserve the Lord. ആ ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തതുപോലെ നിങ്ങളെ കർത്താവിന്റെ മുൻപിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാവോ? നിങ്ങൾക്കുള്ളതൊക്കെ അവന്റെ മുൻപിലേക്ക് ഒന്ന് എറിഞ്ഞു കൊടുക്കാമോ? ഒന്ന് വിട്ടുകൊടുക്കാമോ? ആ വടിയുടെ ടൈറ്റിൽ മാറി മോശയുടെ വടി ദൈവത്തിന്റെ വടി ആയതുപോലെ
സ്വർഗത്തിലെ ദൈവത്തിന് നിന്റെ ടൈറ്റിൽ മാറ്റാൻ കഴിയും. lift our hands നിന്റെ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. as we നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. you are great. ഒരു ഭാഗത്ത് രാത്രിയും മറ്റൊരു ഭാഗത്ത് പ്രകാശവും. ഒരു ചെടിയിൽ തീ കത്തുന്നു, ഇലകൾ വാടുന്നില്ല. ചെങ്കടൽ രണ്ടായി വിഭാഗിക്കപ്പെടുന്നു. മന്നയും കാടപ്പക്ഷിയും ടെന്റിൽ വരുന്നു, പാറയെ പിളർന്ന് ദാഹം പോക്കുന്നു. വെള്ളത്തിൽ താണുപോയ ഇരുമ്പ് കോടാലി പൊങ്ങി വരുന്നു. അതേ എലീശായുടെ അസ്ഥിയിൽ തട്ടി മരിച്ചവൻ ഉയർക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, എനിക്ക് ഇന്ന് എൻ്റെ സമയം, ഇന്നത്തെ മെസ്സേജിന്റെ സമയം അവസാനിപ്പിക്കാൻ നേരമായെന്ന് എനിക്കറിയാം. പക്ഷേ പറഞ്ഞ തീരില്ല അവന്റെ പ്രവർത്തികൾ, വർണ്ണിച്ചാൽ തീരില്ല അവന്റെ അത്ഭുതങ്ങൾ. ആ കരം കുറുകിയിട്ടില്ല, ആ കാത് മന്ദമായിട്ടില്ല. നിങ്ങൾ പറയൂ എന്നെ കേൾക്കുന്നവരെ, യേശുവിന്റെ ജനനം പ്രകൃതിയാതീതമല്ലായിരുന്നുവോ? യേശുവിന്റെ ബാല്യം മറ്റുള്ളവരെ വിസ്മയിപ്പിച്ച, അതിശയിപ്പിച്ച ബാല്യമല്ലായിരുന്നുവോ? യേശുവിന്റെ സ്നാനം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് സമ്മേളിച്ച സ്ഥലമല്ലായിരുന്നുവോ? യേശു കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് തന്നെ 400 കൊല്ലം കൊണ്ട് 200 കൊല്ലം കൊണ്ടൊക്കെ നടക്കേണ്ട ഒരു പ്രോസസ് ഒറ്റ നിമിഷം കൊണ്ട് അവൻ ചെയ്തെടുത്ത ഒരു അത്ഭുതമല്ലായിരുന്നുവോ? 33.5 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചവൻ, 100 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്തിട്ടില്ലാത്തവൻ, 5 വൻകരകളുടെയും ദൈവമാകുന്നു, സകല തലമുറകളുടെയും കർത്താവാകുന്നു. ഒരു പാട്ട് പോലും എഴുതിയിട്ടില്ലാത്ത ക്രിസ്തുവിനെ കുറിച്ച് കോടിക്കണക്കിന് പാട്ടുകൾ ഉണ്ടാകുന്നു. ഹാലയിൽ ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ലാത്ത യേശുവിനെ കുറിച്ച് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നു. എൻ്റെ യേശു അത്ഭുതത്തിന്റെ ദൈവം, എൻ്റെ യേശു അത്ഭുതത്തിന്റെ ദൈവം. ഒരു തച്ചന്റെ കുടുംബത്തിൽ വളർത്തപ്പെട്ടവൻ, ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തവനെ കുറിച്ച് ആൾക്കാർ ഡോക്ടറേറ്റ് എടുക്കുന്നു. സാമാന്യരും പഠിപ്പില്ലാത്തവരുമായിരുന്ന അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് പഠിക്കാൻ സ്കോട്ട്ലൻഡിൽ പോകുന്നു. സാമാന്യനായ വിദ്യാഭ്യാസമില്ലാത്ത പത്രോസിനെ കുറിച്ച് ആൾക്കാർ പത്രോസിന്റെ ലേഖനത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ പുസ്തകമാണ്. ഞാൻ സേവിക്കുന്നത് അത്ഭുതത്തിന്റെ ദൈവത്തെയാ. ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിശ്വസിക്കുന്ന ചിലരുണ്ട്, മനം തഴമ്പിച്ചു പോയവരുമുണ്ട്. വിശ്വസിക്കുന്ന ചിലരുണ്ട്, മനം തഴമ്പിച്ചു പോയവരുമുണ്ട്. റോമർ 3:3 ഞാൻ ഒന്നുകൂടെ പറയുക. റോമർ 3:3 ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ഇന്നത്തെ ഈ ലൈവ് സർവീസ് അവസാനിപ്പിക്കുന്നതിന് പറയുക. ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. Still he is the God of miracles. അവൻ അത്ഭുതങ്ങളുടെ ദൈവം. ആരോഗ്യമുള്ള ഭാഗത്തൊന്ന് കൈവെക്കാമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് അരികിൽ പിടിച്ചു നിർത്തിയിട്ട് അവരുടെ മേളിലൊന്ന് കൈവെക്കാമോ? നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? അപ്രയാസം അനുഭവിക്കുന്ന ഭാഗത്തോട്ടൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാവോ? ഈ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാ പ്രിയപ്പെട്ടവരെ. ഈ കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. മന്നയും കാടപ്പക്ഷിയെ വർഷിപ്പിച്ചവൻ, 5 അപ്പവും 2 മീനും എടുത്ത് വർദ്ധിപ്പിച്ച് 10,000 വിളമ്പിയവൻ ഇന്നും തന്റെ മക്കളെ കരുതുന്നവനാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ഈ സന്ദേശം ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും അവിടുത്തെ സ്പർശനമുണ്ടാകട്ടെ, അവിടുത്തെ സൗഖ്യത്തിന്റെ സ്പർശനമുണ്ടാകട്ടെ, അവിടുത്തെ വിടുതലിന്റെ സ്പർശനമുണ്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അത്ഭുതം ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യേശു വലിയവൻ, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനും ഞങ്ങൾ പാടിയതുപോലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ ശിംശോന്റെ മേളിൽ നിന്ന് ആ കയറുകൾ കത്തിക്കരിഞ്ഞു പോയതുപോലെ കത്തിക്കരിഞ്ഞു പോകട്ടെ. ഇന്ന് ഇവരുടെ നേരെ അലറിക്കൊണ്ടുവരുന്ന പ്രതിസന്ധികൾ, ഇന്ന് ഇവരുടെ നേരെ അലറിക്കൊണ്ടുവരുന്ന സിംഹം പോലെ അലറിക്കൊണ്ടുവരുന്ന പ്രതിസന്ധികൾ ശിംശോൻ അനുഭവിച്ചതുപോലെ തേൻ പോലെ മധുരമുള്ളതായി തീരട്ടെ, തേൻ പോലെ മധുരമുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആ 2 കരങ്ങളും ഉയർത്തി പറഞ്ഞേ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ
supernatural. അങ്ങെപ്പോലെ ആരുമില്ല. He is a God of supernatural in the name of Jesus. അങ്ങെപ്പോലെ ആരുമില്ല. In the name of Jesus. വലിയവൻ. Healing, healing, healing. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. Deliverance and miracles will happen. അങ്ങെപ്പോലെ ആരുമില്ല. Holy Spirit, I thank you for your presence, Lord. അങ്ങെപ്പോലെ യേശുവിൻ നാമത്തിൽ പിതാവേ. Amen. 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 I bless you in Jesus' almighty name, my brothers and sisters. The mighty God will do the great miracle for your life. You will never be the same again in the name of Jesus. Hallelujah. May God bless you. In Jesus' name I pray. Amen. Amen. Amen.